أفواه تشرب من وحي الرحمن وربك يمنحها شهدا وحفاوى فتزيد ورودا وتلاوى وتراها عين الرحمن. أفواه تشرب من وحي الرحمن وربك يمنحها شهدا وحفاوى فتزيد ورودا وتلاوى وتراها عين الرحمن. وصدور تشتاق إلى القرآن وربك يشرحها دفءا وشفاء فيحسون الأرض سماء. طبتم يا أهل القرآن يا أفلاكا دارت ألقا ضيئي شرفا ضيئي بتراتيل القراه وأضيئي أفئدة الحفظة يا حلق الذكر الريان. أفواه تشرب من وحي الرحمن وربك يمنحها شهدا وحفاوى فتزيد ورودا وتلاوى وتراها عين الرحمن. زمر النور وما أجملهم بين ذهاب ومجيء كالنحل يلاقيك رحيقا ويعود سموا وبريقا. إن لغايتهم تيجان شرف الطالب بالمطلوب كتاب الله يتوج أهله. من علم فيه وتعلم من أكرمه فهو مكرم وجزاء الحسنى إحسان. أفواه تشرب من وحي الرحمن وربك يمنحها شهدا وحفاوى فتزيد ورودا وتلاوى وتراها عين الرحمن. أشرقت نفسي بنور من فؤادي حينما رددت يا رب العباد. وانتشت روحي وصار الدمع يجري يا إلهي خذ بقلبي للرشاد. أشرقت نفسي بنور من فؤادي حينما رددت يا رب العباد. وانتشت روحي وصار الدمع يجري يا إلهي خذ بقلبي للرشاد. أشرقت نفسي بنور من فؤادي حينما رددت يا رب العباد. وانتشت روحي وصار الدمع يجري يا إلهي
خذ بقلبي للرشاد. في سكون الليل أدعو في سجودي والدجى حولي سواد في سوادي. يا رؤوفا يا رحيما يا حليما يا كريما ما لفضلك من نفادي. يا سميعا يا مجيبا يا عظيما اهدني يا خالق السبع الشداد. أشرقت نفسي بنور من فؤادي حينما رددت يا رب العباد. وانتشت روحي وصار الدمع يجري. يا إلهي خذ بقلبي للرشاد. أشرقت نفسي بنور من فؤادي حينما رددت يا رب العباد. وانتشت روحي وصار الدمع يجري. يا إلهي خذ بقلبي للرشاد. للهدى والحق وفقني إلهي فعلى توفيقك اليوم اعتمادي. يا إله الكون يا عوني وغوثي. ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ ആളുകളെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുക എന്നതാണ് എൻ്റെ കർത്തവ്യം. അതേപോലെ ഇവിടെ ഈ പരിപാടി പ്രസീഡിയം നിയന്ത്രിക്കുന്ന നമ്മുടെ മസ്ജിദുൽ ഹുദയുടെ ഖതീബും നമ്മുടെ മഹല്ല് ഖാദിയുമായ NK അഹമ്മദ് മദനി, കടവത്തൂർ ടൗൺ KNMന്റെ പ്രസിഡന്റ് AC അബൂബക്കർ, ഈ വീട്ടുടമസ്ഥനും നമ്മുടെ ടൗൺ ശാഖ KNMന്റെ ട്രഷററുമായ AK അബൂബക്കർ സാഹിബ്, അതേപോലെ മുഖ്യ പ്രഭാഷണം നടത്തുന്ന അൻസാർ നൽമണ്ട, ഇന്നിവിടെ എത്തിച്ചേർന്ന മുഴുവൻ സുഹൃത്തുക്കൾക്കും ഒറ്റവാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഈ വിഷയം അവതരിപ്പിച്ച് സംസാരിക്കാൻ വേണ്ടി, ബന്ധങ്ങളുടെ പവിത്രത എന്ന വിഷയം അവതരിപ്പിച്ച് സംസാരിക്കാൻ വേണ്ടി അൻസാർ നൽമണ്ടയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു, നിർത്തുന്നു. അസ്സലാമു അലൈക്കും. റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിരിദല്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. يا أيها الذين آمنوا قوا أنفسكم وأهليكم نارا وقودها الناس والحجارة عليها ملائكة غلال شداد لا يعصون الله ما أمرهم ويفعلون ما يؤمرون. رب اشرح لي صدري ويسر لي أمري. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സ്നേഹാദരണീയരായ
സത്യവിശ്വാസി, വിശ്വാസിനി, രക്ഷിതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഇഷ്ടപ്പെടുകയും ഈ ഇരിക്കുന്ന നമ്മളിൽ ഒരാൾക്ക് പോലും കണക്കാക്കാൻ സാധിക്കാത്തത്ര പാപങ്ങൾ ഓരോരുത്തരുടേതായി പൊറുക്കപ്പെടുകയും വലിയ നന്മകൾ രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ അറിവിന്റെ, ഇൽമിന്റെ സദസ്സിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയത്. ഈ ഒരുമിച്ച് കൂടൽ കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചതും നമ്മൾ ഉദ്ദേശിക്കേണ്ടതും നാളെ അള്ളാഹുവിന്റെ മുൻപിൽ ദുനിയാവിൽ നൽകപ്പെട്ട ഓരോന്നും ചോദ്യം ചെയ്യപ്പെടുന്ന സമയത്ത് അപമാനിക്കപ്പെടാതെ അള്ളാഹുവിന്റെ വെറുപ്പ് ലഭിച്ച ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ എന്നെ കൊണ്ട് പറ്റില്ല, എനിക്കെന്റെ റബ്ബിന്റെ തൃപ്തിയുള്ള സ്വീകരണമാണ് ലഭിക്കേണ്ടത് എന്ന നിയ്യത്തോടെയാവണം അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന്റെ സന്ദേശം കേൾക്കാനും ഉൾക്കൊള്ളാനും നമ്മളെ മനസ്സ് നമ്മൾ ആദ്യം പാകപ്പെടുത്തേണ്ടത്. കാരണം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയതുപോലെ ഇന്ന സമഅ വൽ ബസറ, നിങ്ങൾ കേൾക്കുന്ന ഓരോ അക്ഷരങ്ങളും നാളെ അള്ളാഹുവിന്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടും. ഞാൻ 19 കൊല്ലം മലയാളത്തിലെ ഖുതുബയുള്ളൊരു മഹല്ലിലായിരുന്നു. 10-60 കൊല്ലത്തിന്റെ ഇടയ്ക്ക് കേരളത്തിലെ മുഴുവൻ പ്രാസംഗികന്മാരുടെയും പ്രസംഗങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് എന്നതൊരു വലിയ വർത്തമാനമായിട്ട് ദുനിയാവിൽ പറയാൻ സാധിക്കുമെങ്കിലും ആ കേൾക്കുന്ന വാക്കുകൾ ഹൃദയത്തിന്റെ ഉള്ളറകളെ മലിനമുക്തമാക്കാനും കഴുകിക്കളയാനും സാധിച്ചിട്ടില്ലെങ്കിൽ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല, കേട്ട കേൾവിയുടെ ഓരോ സെക്കൻഡുകളെ കുറിച്ചും അക്ഷരങ്ങളെ കുറിച്ചും നാളെ റബ്ബിന്റെ മുൻപിൽ കൃത്യമായ ഉത്തരം നമ്മൾ ഓരോരുത്തരും പറയേണ്ടി വരും. കുടുംബ ബന്ധങ്ങളുടെ പവിത്രത അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങളിൽ ഇസ്ലാമിലുള്ള സ്ഥാനം എന്ന വലിയൊരു വിഷയമാണ് പരിമിതമായ സമയത്തിനുള്ളിൽ പഠിക്കാനും പരിചയപ്പെടാനും ഈ സമയം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടം ലോകമേറെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് അത്ഭുതത്തോടെയും അമ്പരപ്പോടെയും മാത്രം നോക്കി നിന്നിരുന്ന പലതും, അതൊക്കെ സംഭവിക്കുമോ എന്ന് ആശ്ചര്യപ്പെട്ടിരുന്ന പലതും ഇന്ന് സംഭവിച്ചു. നമ്മൾ പറയാറില്ലേ, പണ്ട് കാലത്തൊക്കെ പ്രവാസ ലോകത്തേക്ക് പോകുന്ന ഒരു ചെറുപ്പക്കാരന്റെ ഏറ്റവും വലിയ വേദന അവന്റെ നാട്ടിലേക്കുള്ള ഒരു വിവരം അറിയിക്കണമെങ്കിൽ 15 ദിവസം 20 ദിവസം കാത്തു നിൽക്കുന്ന ഒരു കത്തിനെ ആശ്രയിക്കണം. കുറച്ചു കാലം കഴിഞ്ഞപ്പം 5-8 വീടുകൾക്കപ്പുറത്തുള്ള ഒരു വീട്ടിൽ ലാൻഡ് ഫോൺ സൗകര്യമുണ്ട് പോലും. വിദേശത്തുനിന്നൊക്കെ ഫോൺ വിളിക്കാൻ പറ്റും. ലാൻഡ് ഫോണിലേക്ക് ആ ഒരു കാരണത്തിന്റെ പേരിൽ 5-6 വീടുകൾക്കപ്പുറത്തുള്ള ഒരു ലാൻഡ് ഫോൺ, ആ വീടിനെ ആശ്രയിച്ച് ജീവിച്ചവരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. പക്ഷേ ആ കാലഘട്ടം മാറി. അവനവന്റെ ബെഡ്റൂമുകളിൽ തലയണയിൽ മുഖം ചേർത്ത് കിടക്കുന്ന പെണ്ണിന് അതേ തലയണയിൽ മുഖം ചേർത്ത് കിടക്കുന്ന ആണിനെ കണ്ടു വിളിക്കാനുള്ള കാലഘട്ടത്തിന്റെ, പുരോഗതിയുടെ, ശാസ്ത്ര വിപ്ലവത്തിന്റെ ഒരു ലോകത്താ ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ചിന്തിക്കേണ്ട ഒരു കാലഘട്ടം. എന്തുകൊണ്ടാ? പലരും അതിനെ കുറ്റപ്പെടുത്തും. കാലം അങ്ങനത്തതായി പോയി. കാലമാണോ കുറ്റവാളി? ഇതിനേക്കാളും മോശപ്പെട്ട ഒരു കാലഘട്ടത്തിൽ നിന്ന് ഏകദൈവ വിശ്വാസത്തിന്റെ വെളിച്ചം ഓതിക്കൊടുത്ത് ലോകം കണ്ട ഏറ്റവും നല്ല മനുഷ്യ സമൂഹമാക്കി മാറ്റിയ ഒരു ചരിത്രം 1400 വർഷങ്ങൾക്ക് മുൻപ് അള്ളാഹുവിന്റെ ഹബീബിന്റെ കാലഘട്ടം നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ കാലമല്ല കുറ്റവാളി. ചില മാതാപിതാക്കളൊക്കെ പറയുന്നത് പോലെ കാലം അങ്ങനത്തതായി പോയി, കാലം ഇങ്ങനത്തതായി പോയി എന്നൊരിക്കലും നിങ്ങൾക്ക് കാലത്തെ കുറ്റപ്പെടുത്താൻ സാധിക്കുകയില്ല. മറിച്ച് എന്താണ് പ്രശ്നം? മനുഷ്യന്റെ ജീവിതത്തിലുള്ള മാറ്റങ്ങൾ വരാതിരിക്കാനുള്ള ഏറ്റവും വലിയ കാരണം അള്ളാഹു കൊടുത്ത ഏറ്റവും പോസിറ്റീവായ ചിന്ത, മരണമെന്ന ചിന്ത പലരുടെയും മനസ്സിൽ നിന്നും ഇല്ലാതാവാൻ തുടങ്ങി.
ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ അള്ളാഹുവിന്റെ അരികിലേക്ക് തിരിച്ചു ചെല്ലും, എന്റെ ചോദ്യങ്ങൾ ഓരോന്നും നിശ്ചയിക്കപ്പെട്ടതാണ് എന്ന ബോധം മനുഷ്യ ഹൃദയത്തിൽ നിന്നും നഷ്ടപ്പെടാൻ തുടങ്ങി. ആലോചിച്ചു നോക്കൂ, ഇന്ന് നേരം വെളുത്തിട്ട് ഈ അസർ സമയത്തിന്റെ ഇടയ്ക്ക് ഈ കൂട്ടത്തിലെ എത്ര പേർ അവനാന്റെ മരണത്തെ പറ്റി ചിന്തിച്ചിട്ടുണ്ട്? അസർ നമസ്കാരത്തിന് ഞാനെങ്ങാനും മരിച്ചാൽ ഇശാഇന്റെ മുൻപേ കടവത്തൂരിലെ ഇലഞ്ഞിങ്കിയിലെ പള്ളിക്കാട്ടിൽ എവിടെയെങ്കിലും കിടക്കേണ്ടവരാണെന്ന ബോധം എത്ര പേർക്ക് മനസ്സിലുണ്ടായിട്ടുണ്ട്? ഇന്ന് രാത്രി ഈ ക്ലാസ് കഴിഞ്ഞ് നാളെ നേരം വെളുക്കുമ്പം തട്ടി വിളിക്കുന്ന മക്കൾക്ക് മുൻപിൽ തണുത്തു പറച്ച് കിടക്കേണ്ട ഒരു മയ്യത്താണ് ഞാനെന്ന ബോധം എത്ര പേർക്ക് ചിന്തിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്? എന്റെ ആത്മാരികത്തിനെ 3 വെള്ളപ്പടവയിൽ പൊതിഞ്ഞ 6 അടി പള്ളിയിലെ ഖബർസ്ഥാനിൽ വെച്ച് 3 പിടി മണ്ണും വാരിയിട്ട് നാട്ടുകാരും കുടുംബക്കാരും തിരിച്ചു പോകുമ്പോ ആ പള്ളിക്കാട്ടിലെ 6 അടി മണ്ണിന്റെ താഴെ പിന്നീട് പടച്ച റബ്ബിന്റെ മഹ്ശറ ലോകം നിശ്ചയിക്കപ്പെടുന്ന കാലം വരെ ഞാൻ ആ കബറിൽ എന്റെ റബ്ബിന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ, എനിക്ക് നൽകപ്പെട്ട അനുഗ്രഹങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ നരകത്തിന്റെ വേദനകളോ സ്വർഗത്തിന്റെ സുഖങ്ങളോ അനുഭവിച്ച് ജീവിക്കേണ്ട, കേവലം ഉള്ളിലേക്ക് വലിക്കുന്ന ഒരു ഓക്സിജനും പുറത്തേക്ക് തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡും ആ 2 ശ്വാസം കൊണ്ട് മിടിക്കുന്ന ഹൃദയം കൊണ്ട് ജീവിക്കുന്ന ഈ ലോകത്തെ 780 കോടി ജനങ്ങളിലെ നിസ്സാരനായ കടവത്തൂർ മഹലിലെ ഒരു നിസ്സാരനാണ് ഞാൻ എന്നെപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നമ്മൾ? ആ ചിന്തയാണ് ഇന്ന് മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്നും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സ്വന്തം മരണത്തെക്കുറിച്ചുള്ള ബോധം ആൾക്കാരുടെ മനസ്സിൽ നിന്നും ഇല്ലാതാകുന്നു. എനിക്ക് ഏത് കാലം വരെ ജീവിക്കാൻ പറ്റുമെന്ന വ്യാമോഹം അത്തരക്കാരെ തൊട്ട് അല്ലാഹു തആല ഓർമ്മപ്പെടുത്തി, കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില, കല്ലാ ബൽ തുഹിബ്ബൂനൽ ആജില. നബിയേ, അവരിൽ ചിലർ ദുനിയാവിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്നു, ദുനിയാവിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അവർ ജീവിതത്തിൽ വലിയ സ്ഥാനം കൊടുക്കുന്നു. വതദറൂനൽ ആഖിറ, ഒരാൾക്കും തടയാനാവാത്ത മരണത്തെ അവർ മറക്കുകയും ചെയ്യുന്നു. ഇക്കഴിഞ്ഞ ദിവസം പ്രവാസ ലോകത്തുള്ള ഒരു മരണവാർത്ത നമ്മൾ കേട്ടു. ഉള്ള കിടപ്പാടം പണയപ്പെടുത്തി വിദേശത്തേക്ക് പോയ ചെറുപ്പക്കാരൻ കൊറോണ സമയത്താ വിദേശത്തെത്തുന്നത്. ജോലി നഷ്ടപ്പെട്ടു, പല രാവുകളിലും പട്ടിണി കിടക്കേണ്ടി വന്നു. അവസാനം അതിനുശേഷം ചെറിയ ജോലിയായി നാട്ടിലുള്ള കടബാധ്യതകളൊക്കെ തീർത്ത് 5 വർഷങ്ങൾക്ക് ശേഷം നാട്ടിലേക്ക് വിമാനം കയറാൻ സർവ്വതും ഒരുക്കി കൂട്ടുകാരും ആ സുഹൃത്തും രാത്രി കിടക്കപ്പായിലേക്ക് കിടക്കാൻ ചെന്നു കടന്നു. നാട്ടിൽ ആ മകനെ കാത്തിരിക്കുന്ന ഒരു വാപ്പയുണ്ട്, ഉമ്മയുണ്ട്. 5 കൊല്ലത്തെ വിരഹത്തിന്റെ വേദനയുമായി കാത്തിരിക്കുന്ന ഒരു പെണ്ണുണ്ട്. വാപ്പയെ കൺകുളിർക്കെ കാണാൻ കാത്തിരിക്കുന്ന 2 മക്കളുണ്ട്. ആ ചെറുപ്പക്കാരന്റെ പെട്ടി കെട്ടി അവനെ പിറ്റേന്ന് പുലർച്ചെ യാത്രയാക്കാൻ കാത്തിരിക്കുന്ന അവന്റെ കൂട്ടുകാര് പിറ്റേന്ന് നേരം വെളുത്തപ്പ കാണുന്നത് അവന്റെ 3 അടി തട്ടിലുള്ള കട്ടിലിന്റെ മേലഭാഗത്ത് മരിച്ചു കിടക്കുന്ന ചെറുപ്പക്കാരനെ. കെട്ടിവെച്ച പെട്ടിയോടൊപ്പം മറ്റൊരു പെട്ടിയിൽ ആ മയ്യത്തിനെ കോഴിക്കോട് കരിപ്പൂരിറക്കിയപ്പോ ആർത്ത് കരയുന്ന വാപ്പ ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തിനു പടച്ചോനെ, എനിക്ക് ഇന്നെ കൊണ്ടുപോയാ പോരായിരുന്നോ? എന്തിനാണ് റബ്ബെ എന്റെ കുടുംബത്തോട് ഇങ്ങനെ ചെയ്തത്? എന്തിനാണ് റബ്ബെ ഇന്നിങ്ങിന്റെ കുട്ടീനെ വിധവയാക്കിയത്? എന്തിനാ പടച്ചോൻ എങ്ങിന്റെ പേരക്കുട്ടികളെ എത്തിമക്കളാക്കിയത് എന്ന് നെഞ്ചുപൊട്ടി ചോദിക്കുന്ന ഒരു വാപ്പാന്റെ മുൻപിൽ നിന്ന് ഒരു ഉത്തരം കൊടുക്കാൻ പറ്റാതെ 6 അടി മണ്ണിലേക്ക് കൊണ്ടുവച്ച് തിരിച്ചു നടക്കേണ്ടവരാണ് ഞാനും നിങ്ങളുമെങ്കിൽ അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട്, മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും. മനുഷ്യരെ, ഈ യാത്ര അവസാനിക്കുന്നത് പടച്ചോന്റെ മണ്ണ് തന്നെയായിരിക്കും. ആ മണ്ണ് നിശ്ചയിക്കപ്പെട്ട സെക്കൻഡിൽ ആ മണ്ണിലേക്ക് ഞാനും നിങ്ങളും ചേർത്ത് നിർത്തപ്പെടും. അതുകൊണ്ടാണല്ലോ ഏതാനും ചില വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടിരുന്ന ഒരു കോടീശ്വരനായ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു, അലി ബനാത്ത്. ഓസ്ട്രേലിയയിലെ ശതകോടീശ്വരന്മാരിൽപ്പെട്ട അലി ബനാത്ത് എന്ന ചെറുപ്പക്കാരൻ. അദ്ദേഹം 29ാമത്തെ വയസ്സിൽ 10ഓളം ഫെറാറി കാർ, അതിനേക്കാളേറെ ആഗ്രഹിച്ചതെന്തും കൺമുൻപിലെത്തുന്ന ഒരു സൗഭാഗ്യം. പക്ഷേ 29ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ക്യാൻസർ പിടിപെട്ടു. ആശുപത്രിയിലെത്തിച്ച് പരിശോധിച്ച ഡോക്ടർമാർ വിധി എഴുതി, 7 മാസക്കാലം മാത്രമേ ഇനി അലി ബനാത്ത് താങ്കൾക്ക് ആയുസ്സുള്ളൂ. 7 മാസത്തെ ആയുസ് നിശ്ചയിക്കപ്പെട്ട ആ ദിവസം മുതൽ അലി ബനാത്ത് തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിന് വേണ്ടി പുറപ്പെട്ടു. അദ്ദേഹത്തിന് മനസ്സിലായി, എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്റെ റബ്ബിന്റെ തൃപ്തി വാങ്ങലാണെന്ന്. അവിടെ നിന്ന് അങ്ങോട്ട് 7 മാസക്കാലത്തോളം അദ്ദേഹം ലോകത്ത് എന്തൊക്കെ നന്മകൾ ചെയ്യാനുണ്ടോ അതിനുവേണ്ടി പുറപ്പെട്ടു. രാത്രികാലങ്ങളിൽ ആ ക്യാൻസറിന്റെ വേദന ശരീരത്തെ ബാധിക്കുമ്പോ തന്റെ ശരീരത്തെ അമർത്തിപ്പിടിച്ച് ഖുർആൻ ഓതി
അദ്ദേഹം ഗാനയിലെ തെരുവുകളിലേക്ക് കയറി ചെന്നു, ആഫ്രിക്കയിലെ രാജ്യങ്ങളിലേക്ക് കയറി ചെന്നു, സുഡാനിന്റെ തെരുവോരങ്ങളിലേക്ക് കയറി ചെന്നു. ഒട്ടകത്തിന്റെ കാഷ്ടം തിന്ന് പച്ചമലിന വെള്ളം കുടിച്ച് ആയുസ് തള്ളി നീക്കുന്ന ഘാനയിലെയും സുഡാനിലെയും പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി ആശുപത്രികൾ തുടങ്ങി. അദ്ദേഹം ഭക്ഷണം എത്തിച്ചു കൊടുത്തു. 7 മാസം വിധി എഴുതിയ ഡോക്ടർമാർക്ക് മുൻപിൽ 10ാമത്തെ മാസം അദ്ദേഹത്തിന്റെ ശരീരം ക്ഷയിക്കാൻ തുടങ്ങി. ഐസിയുവിന്റെ ഉള്ളിൽ മരണം കാത്തുകിടക്കുന്ന അലി ബനാത്തിനോട് അന്ന് ചില ഓസ്ട്രേലിയൻ പത്രക്കാർ ചോദിച്ചു, താങ്കൾക്ക് ദൈവം തന്ന് ഈ ഒരു സൂക്കേട്, അതിനെക്കുറിച്ച് താങ്കൾ അഭിപ്രായം എന്താ? അലി ബനാത്ത് പുഞ്ചിരിയോടെ പറഞ്ഞു, എനിക്കെന്റെ റബ്ബ് തന്ന ഗിഫ്റ്റാണ് ഈ അസുഖം. അത്ഭുതത്തോടെ പത്രക്കാർ ചോദിച്ചു, അലി ബനാത്ത്, ദൈവത്തിന്റെ ഗിഫ്റ്റാണ് ഈ സൂക്കേട് എന്ന് പറയാനുള്ള കാരണം എന്താ? അലി ബനാത്ത് എന്ന ചെറുപ്പക്കാരൻ തിരിച്ചു പറഞ്ഞു, 10ഓളം ഫെറാറി കാറുകളിൽ ഓരോ ദിവസവും ഓരോ കാറുകളിൽ ഓസ്ട്രേലിയയിലെ സിഡ്നിയിലെ തെരുവുകളിലൂടെ ആർത്തുല്ലസിച്ച് പാഞ്ഞു പോകുമ്പോൾ എനിക്ക് കിട്ടാത്ത സുഖം ഗാനയിലെ മക്കൾ ഞാൻ കൊടുത്ത റൊട്ടിക്കഷണം കടിച്ചു തിന്നുമ്പോ അവരെ കണ്ണുകളിലുണ്ടായ സന്തോഷം അതിനേക്കാളും വലിയ സന്തോഷമായി എനിക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ എനിക്ക് എന്റെ റബ്ബ് ഒരുക്കി തന്ന ഗിഫ്റ്റാണ് എന്റെ സൂക്കേട്. എന്റെ റബ്ബിനെ അറിയാൻ, എന്റെ റബ്ബിന്റെ അരികിലേക്കുള്ള എന്റെ മടക്കം ഭംഗിയാക്കാൻ, നാഥന്റെ മുൻപിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോ എനിക്ക് തലകുനിക്കേണ്ട അവസ്ഥ വരാതിരിക്കാൻ എന്റെ റബ്ബ് 10 മാസങ്ങൾക്ക് മുൻപ് എനിക്ക് തന്ന ഗിഫ്റ്റായിരുന്നു ആ സൂക്കേടെന്ന് അദ്ദേഹം പറയുമ്പോ കേട്ടു നിൽക്കുന്ന ആ പത്രക്കാരൻ പോലും വിതുമ്പിക്കരഞ്ഞു എന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. വീണ്ടും അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു, താങ്കൾക്ക് ഏറ്റവും വിഷമം തോന്നിയ ഒരു സമയം എപ്പോഴാ? ജീവിതത്തിൽ ഈ അസുഖം ബാധിച്ചു, ഒരു ക്യാൻസർ രോഗിയാണ് താങ്കൾ എന്നറിഞ്ഞപ്പോഴാണോ താങ്കൾ ഏറ്റവും വേദനിച്ചത്? അലി ബനാത്ത് എന്ന ചെറുപ്പക്കാരൻ തിരിച്ചു പറഞ്ഞു, അല്ല, ഞാൻ ഏറ്റവും വേദനിച്ചത് കോട്ടും സ്യൂട്ടുമിട്ട് ഒരു വെള്ള കോട്ടിട്ട് കഴുത്തിൽ സ്റ്റെതസ്കോപ്പും വെച്ച് എന്റെ അരികിൽ വന്ന് ഒരു ചെറുപ്പക്കാരൻ ഡോക്ടർ എന്നോട് പറഞ്ഞു, താങ്കൾക്ക് 7 മാസമേ ഇനി ആയുസ്സുള്ളൂ എന്ന്. പക്ഷെ ഞാൻ ചിന്തിച്ചു പോയത്, ആയുസ്സറിയിച്ച കാലം മുതൽക്ക്, അള്ളാഹുവിന്റെ ഖുർആൻ ഓതുന്ന കാലം മുതൽക്ക് എന്റെ റബ്ബ് എന്നോട് ആവർത്തിച്ച് ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇന്നക മയ്യിത്തുൻ, ലോകം കണ്ട ഏറ്റവും നല്ല പ്രവാചകനെ വിളിച്ച് അള്ളാഹു പറഞ്ഞൊരു വാക്കുണ്ട്, മുഹമ്മദേ ഇന്നക മയ്യിത്തുൻ, നീ മരിക്കും മുഹമ്മദേ. ലോകത്തെ ഏറ്റവും നല്ല റസൂലുള്ളാന്റെ അനുയായികളെ വിളിച്ച് അള്ളാഹു കൊടുത്തൊരു വാക്കുണ്ട്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കുമെന്ന് അള്ളാഹു 114 സൂറത്തുകളിലൂടെ പലതവണ ആവർത്തിച്ചെന്നെ പഠിപ്പിച്ചിട്ടും ഞാനത് വിശ്വസിച്ചിട്ടില്ലായിരുന്നെങ്കിൽ, ഞാനത് കേട്ടിട്ടില്ലായിരുന്നെങ്കിൽ, കേവലം ദുനിയാവിലെ ഒരു വെള്ള സോട്ടും ക്യൂട്ടുമിട്ട് കഴുത്തിൽ സ്റ്റെതസ്കോപ്പും വെച്ച് എന്റെ അരികിൽ വന്ന് പറഞ്ഞവന്റെ വാക്ക് ഞാൻ കേൾക്കേണ്ടി വന്നു മരണത്തെപ്പറ്റി എന്ന് ചിന്തിക്കുമ്പോ ഞാൻ എന്റെ റബ്ബിനോട് നന്ദികേടാണല്ലോ ചെയ്തു പോയത് എന്ന വേദനയാണ് എന്നെ സങ്കടപ്പെടുത്തുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. സഹോദരങ്ങളെ, ഇതുപോലെ ഒരു മരണം എന്നെയും നിങ്ങളെയും കാത്തു നിൽക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഈ സദസ്സിൽ ഓരോരുത്തരും എഴുന്നേറ്റ് നിന്ന് ചുറ്റുഭാഗത്തേക്കൊന്ന് കണ്ണോടിച്ചു നോക്കണം. ഈ ഇരിക്കുന്ന ഓരോരുത്തരോടും അള്ളാഹുവിന്റെ മാർഗത്തിൽ ഈ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യം, തിരിച്ചറിവ്, ഈ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിപ്പോകുന്ന സമയത്ത് നിങ്ങൾ ഓരോരുത്തരുടെ മുഖത്തേക്കും ഒന്ന് നോക്കണം. ഇന്ന് മുൻഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്ന ഒരാൾക്ക് പിൻഭാഗത്തുള്ള പലരെയും കാണാൻ സാധിക്കും. മുഹമ്മദ് ഉണ്ട് ആ കൂട്ടത്തിൽ, ജബ്ബാർ ഉണ്ട് ആ കൂട്ടത്തിൽ, അസീസ് ഉണ്ട് ആ കൂട്ടത്തിൽ, ആലി ഉണ്ട് ആ കൂട്ടത്തിൽ, സൈനബയുണ്ട് ആ കൂട്ടത്തിൽ, നദീറയുണ്ട് ആ കൂട്ടത്തിൽ. എല്ലാവരെയും നിങ്ങൾ കണ്ടല്ലോ. ശരി, നാളെ നിങ്ങൾ മരിച്ചു കിടക്കുമ്പോ, നിങ്ങളുടെ വീട്ടിന്റെ ഉമ്മറത്ത് നിങ്ങളെ കിടത്തുമ്പോ അവരെത്ര പേര് നിങ്ങളുടെ മയ്യത്തിന്റെ മുഖത്ത് നോക്കി ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാനുണ്ടാകും? എത്ര പേര് നിങ്ങളുടെ മയ്യത്തിന്റെ മുഖം കണ്ട് നിങ്ങളുടെ യാത്ര എളുപ്പമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാകും? അള്ളാഹുവിന്റെ കബറിലേക്ക് ചേർത്ത് കിടത്തുമ്പോ, നാദാ ആ കബറൊന്നിങ്ങി പുണ്യമാക്കി കൊടുക്കണേ എന്ന് ഈ ദുനിയാവിലെ ജീവിതം കൊണ്ട് എത്ര ബന്ധങ്ങൾ കണ്ടെത്താൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ഈ ലോകത്ത് നിന്ന് തിരിച്ചു പോകുമ്പോ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അനന്തര സ്വത്തും നമ്മൾ ഉണ്ടാക്കി വെക്കുന്ന നമ്മളെ ജീവിതത്തിലെ ബന്ധങ്ങളാ. ആലോചിച്ചു നോക്കൂ. ഒരിക്കൽ മദീന പള്ളിയിൽ ഇരിക്കുന്ന സഹാബാക്കളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, സഹാബത്തെ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്താണോ ഇഷ്ടം, നിങ്ങളുടെ അനന്തര സ്വത്താണോ ഇഷ്ടം? ഞാൻ നിങ്ങളോടും ചോദിക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വത്താണോ ഇഷ്ടം, നിങ്ങളുടെ അനന്തര സ്വത്താണോ ഇഷ്ടം? സഹാബത്ത് ഇങ്ങനെ മനക്കണക്ക് കൂട്ടി, റസൂലേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വത്താണ് ഇഷ്ടം. കാരണം കടവത്തൂർ റോഡ് വക്കിൽ ഒരു 10 ഏക്കർ ഉണ്ട്, അതിൻ്റെതാ.
തലശ്ശേരി അങ്ങാടിയിൽ ഒരു 3 മുറി പീടിയുണ്ട്, അതിൻ്റെതാ. അതല്ലെങ്കിൽ ഇന്ന ഭാഗങ്ങളിലൊക്കെ ചെറിയ 10ഉം 20ഉം സെന്റായിട്ട് വാങ്ങിയിട്ടുണ്ട്, അതിൻ്റെതാ. ഉമ്മമാര് മനസ്സുണ്ടെന്ന് ചിന്തിച്ചു നോക്കൂ. കൈത്ത് കിടക്കുന്നതും കാല് കിടക്കുന്നതും അരയിക്കെട്ടിയതും ചെവിയിലിട്ടതും ഒക്കെ ആയിട്ട് ഇന്റെതാ. മക്കൾക്ക് വേണോ കൊടുക്കണോ എന്ന് ചിന്തിച്ച് കൊണ്ടടക്കുന്ന 10-50 പവനും ഇന്റെതാ. അവര് തിരിച്ചു പറഞ്ഞു, റസൂലേ, ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്വത്താണ് ഇഷ്ടം. അനന്തര സ്വത്ത് എന്ന് പറഞ്ഞാൽ അത് മക്കൾക്ക് വിട്ടേച്ചു പോകേണ്ടതല്ലേ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മക്കൾക്ക് കൊടുക്കാനുള്ളതല്ലേ അനന്തര സ്വത്ത്? എനിക്ക് ഇന്റെ സ്വത്താണ് നബിയെ താല്പര്യം, അതിൻ്റെത് എന്നുള്ളൊരു പോരിശയിൽ എനിക്ക് ജീവിക്കാനും പറ്റുന്നുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് മദീനത്തെ പള്ളിയിൽ വെച്ച് കണ്ണുനീരോടെ പറഞ്ഞു, നിന്റത് എന്ന് നിനക്ക് പറയാൻ നീ തിന്നതേയുള്ളൂ, നീ ഇതുവരെ തിന്നതേയുള്ളൂ നിന്റെതെന്ന് പറയാൻ. നിന്റെതെന്ന് പറയുന്ന നിന്റെ റോഡ് വക്കിലെ 5 സെന്റ് നീ മരിച്ചു കഴിഞ്ഞാൽ വേറാക്ക് കൊണ്ടുപോകാനുള്ളതാ. നീ ധരിച്ചതേയുള്ളൂ, നീ ഉടുത്ത് ഒഴിവാക്കിയതൊന്നും ഇനി ഒരാൾ ഉടുത്തോളന്നില്ല. നീ തിന്നതും നീ ധരിച്ചതും നിന്റെതാണെന്ന് നീ ഉറപ്പിച്ചോ. നിന്റേത് ബാക്കിയാവുന്നത് അതുകൊണ്ട് നീ കണ്ടെത്തിയ നന്മകളും നീ ചെയ്ത നന്മകളുമാ. എന്നിട്ട് മദീനത്തെ മിമ്പറിൽ വെച്ച് നെഞ്ചുപൊട്ടിയിട്ട് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഒരാൾക്ക് മരണാനന്തരം കിട്ടുന്ന ഏറ്റവും വലിയ അനന്തര സ്വത്ത് ജീവിച്ച കാലം കൊണ്ട് അയാൾ ചെയ്ത ബന്ധങ്ങളുടെ നന്മ കാരണം മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയാ. ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു വല്യാപ്പ മരിച്ചപ്പോ, ഒരു വാപ്പ മരിച്ചപ്പം പള്ളിയിലെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുവച്ച് ആ ഖബറിലേക്ക് 3 പിടി മണ്ണ് വാരിയിടുമ്പം തൊട്ടപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്ന ഓരോരുത്തരും മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചത്, പടച്ചോനെ, നല്ലൊരു മനുഷ്യനായിരുന്നു റബ്ബേ, ആ ഖബറൊന്നിങ്ങി നന്നാക്കി കൊടുക്കണേ. ഇപ്പോഴും പല ഉമ്മാരെ പറ്റിയും നാട്ടുകാർ പറയാറുണ്ട്, ആ ഉമ്മുള്ള കാലത്ത് ആ വീട്ടിലേക്ക് ചെന്നാൽ ഒരറക്ക് വെള്ളം തരാണ്ട് ഉമ്മ പറഞ്ഞേക്കൂല. ഏത് സമയത്ത് ചെന്നാലും എന്തെങ്കിലും തിന്നാൻ തരും, എന്തെങ്കിലും കൈമലെടുത്ത് തരുകയും ചെയ്യും. ഇന്ന് ആ വീട്ടിലേക്ക് പോകാൻ എനിക്ക് തോന്നുകല്ലോ. പക്ഷെ അന്ന് ആ ഉമ്മുള്ള കാലത്ത് ആ വീട്ടിക്കൊന്ന് കയറാതെ പോവാൻ എന്നെ കൊണ്ട് പറ്റൂലായിരുന്നു എന്ന് പറയുന്ന അതേ ഉമ്മമാര് പറയും, പടച്ചോനെ, മരിച്ചുപോയി, ആ കവറിങ്ങി നന്നാക്കി കൊടുക്കണേ റബ്ബേന്ന്. പ്രിയപ്പെട്ടവരെ, മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന അനന്തര സ്വത്ത് ജീവിച്ച കാലം കൊണ്ട് നമ്മൾ ചെയ്ത നല്ല സ്വഭാവം കൊണ്ട് കിട്ടുന്ന പ്രാർത്ഥനകളാ. ആരും പറയാതെ അറിയാതെ കിട്ടുന്ന പ്രാർത്ഥനകളാ. ഓരോ ഭക്തിനും ഹൃദയം തുറന്ന് തേടുന്ന മനസ്സിന്റെ പ്രാർത്ഥനകളാ. ആ അനന്തര സ്വത്ത് കിട്ടാൻ വേണ്ടി ആ സഹാബത്ത് മത്സരിച്ച്, ആ അനന്തര സ്വത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ആ പ്രവാചകന്റെ സഹാബത്ത് ജീവിതത്തിൽ പട്ടിണി കടന്ന്, അള്ളാഹ് കൊടുത്തത് പലതും അവർ വേണ്ടെന്ന് വെച്ചതും മറ്റു പലർക്കും അവർ കൊടുത്തതും ആ അനന്തര സ്വത്തായ നന്മയുടെ പ്രകാശം, പ്രാർത്ഥന, അത് കിട്ടണമെന്നുള്ള ആഗ്രഹം കൊണ്ടായിരുന്നു ഓരോ ബന്ധങ്ങളെയും സഹാബാക്കൾ പ്രാണനെ പോലെ സ്നേഹിച്ചത്. അവിടെ രക്തബന്ധം മാത്രമല്ല അവർ സ്നേഹിച്ചത്, സ്വന്തം ചോരയല്ലാതിരുന്നിട്ടുകൂടി ഖൈബറിന്റെ രണാങ്കണത്തിൽ വെള്ളത്തിന് വേണ്ടി ദാഹിച്ച് അലയുമ്പോ തൊണ്ടക്കുഴിയിലേക്ക് വെള്ളം എത്തുന്ന സെക്കൻഡിൽ പോലും വാപ്പൊത്തിപ്പിടിച്ച് അടുത്തുനിന്ന് കരയുന്ന അയ്യാഷിന്റെ കഴുത്തിന്റെ മുകളിലേക്ക് ആ വെള്ളം വായിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി അറ്റുപോയ വലത് കൈയിൽ നിന്നും ഇടത്തെ കൈയിലേക്ക് വെള്ളം പിടിച്ച ഇക്രിമ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമടക്കം നമ്മളെ പഠിപ്പിക്കുന്നത്, അവരൊക്കെ പരസ്പരം സ്നേഹിച്ചതും ബന്ധം ചേർത്തതും പടച്ചോനെ സന്തോഷത്തോടെ കണ്ടുമുട്ടാനാ. ഇസ്ലാമിക ചരിത്രങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. ഒരിക്കൽ ഇസ്ലാമിന്റെ തുടക്ക കാലഘട്ടത്തിൽ മക്കയിലെ ഇരുട്ടുള്ള രാത്രിയിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ വീട്ടിന്റെ വാതിലിന് ആരോ വന്നു മുട്ടി. വാതിലിന്റെ അകത്തിരിക്കുന്ന പ്രവാചകൻ ഖദീജ ബീവിയോട് ചോദിച്ചു, ഖദീജ, ആരായിരിക്കും? ശത്രുക്കളാണെങ്കിൽ അവരെന്നെ വകവരുത്തും ഖദീജ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, പ്രവാചകരെ, താങ്കൾക്ക് ധൈര്യമായിട്ട് ഞാനുണ്ട്, വാതിൽ തുറന്നോളൂ. അള്ളാഹുവിന്റെ റസൂലുള്ള വാതിൽ തുറന്നപ്പോ കാണുന്നത് തന്റെ ഔറത്ത് മാത്രം മറച്ച് അർദ്ധനഗ്നനായി ഒരു കീറത്തുണി കൊണ്ട് ഔറത്ത് മാത്രം ഇങ്ങനെ മറച്ചു വെച്ച ഒരു കറുത്ത ചുരുളമുടിക്കാരൻ, കറുത്ത മനുഷ്യൻ. അത്ഭുതത്തോടെ അള്ളാന്റെ റസൂല് ചോദിച്ചു, ആരാണ് നീ? അല്പം മുൻപോട്ട് കയറി വന്നിട്ട് ആ കറുത്ത മനുഷ്യൻ പറഞ്ഞു, നബിയെ, അന ബിലാൽ, അന ബിലാൽ, ഞാൻ ബിലാലാ നബിയെ. ഉമയ്യത്തിന്റെ കൊല്ലപ്പണി ആലയിലെ അടിമയായ ബിലാലാണ് ഞാൻ. എന്തേ ബിലാലെ ഈ സമയത്ത് ഇവിടെ? ബിലാൽ ഇബ്നു റബാഹ റളിയല്ലാഹു അൻഹു റസൂലുള്ളാന്റെ കൈ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, റസൂലേ, താങ്കളിൽ വിശ്വസിച്ചിട്ടുണ്ട് ഞാൻ, താങ്കളെ പറ്റി ഞാൻ അറിഞ്ഞിട്ടുണ്ട് നബിയെ, അതുകൊണ്ട് നിങ്ങളോടൊപ്പം വിശ്വാസത്തിലേക്ക് കൂടെ ചേരാൻ വന്നതാ. റസൂലേ, നിങ്ങളുടെ കൂട്ടത്തിൽ എന്നെയും കൂടെ ചേർക്കണം. അള്ളാഹുവിന്റെ ഹബീബിന് ആ പിടുത്തവും ബിലാൽ ഇബ്നു റബാഹയുടെ കരച്ചിലും കണ്ടപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ചു. ആ പിടിച്ച പിടുത്തത്തിനിടയിൽ ബിലാൽ റളിയല്ലാഹു അൻഹു ഒരു തള്ളു തള്ളി നബിയെ.
മാറി നിൽക്കുന്ന ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ ചോദിച്ചു, എന്തേ ബിലാൽ, ഞാൻ കെട്ടിപ്പിടിച്ചത് താങ്കൾക്ക് ഇഷ്ടായില്ലേ? ബിലാൽ റളിയല്ലാഹു അൻഹു വിങ്ങിപ്പൊട്ടിയിട്ട് പറഞ്ഞു, പ്രവാചകരെ, ജനിപ്പിച്ച എന്റെ ഉമ്മയല്ലാതെ ഇന്ന് വരെ ഒരാളും എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടില്ല നബിയെ. ജനിപ്പിച്ച എന്റെ ഉമ്മയല്ലാത്ത ഒരാളും എന്നെ ഇങ്ങനെ മാറോട് ചേർത്ത് പിടിച്ചിട്ടില്ല നബിയെ. എന്നെ കാണുമ്പം കുട്ടികൾ കരിങ്കണ്ടുകൊണ്ട് എറിയാറുണ്ട്, എന്നെ കാണുമ്പം സ്ത്രീകൾ കാർക്കിച്ചു തുപ്പാറുണ്ട്. കൊല്ലപ്പണി ആലയിൽ മലിനമായ വെള്ളത്തിൽ ഞാൻ എന്റെ മുഖം കണ്ട് പലപ്പോഴും കരഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ നബിയെ, താങ്കൾ എന്നെ ചേർത്ത് പിടിച്ചപ്പോ എനിക്ക് എന്റെ ഉമ്മയോടൊപ്പം താങ്കളുടെ മുഖവും മനസ്സിൽ തെളിഞ്ഞു വന്നു. അള്ളാഹുവിന്റെ തിരുദൂതൻ വീണ്ടും ബിലാൽ ഇബ്നു റബാഹയെ കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തിന്റെ കവിളത്തൊരു ഉമ്മ കൊടുക്കുമ്പോ പൊട്ടിക്കരഞ്ഞ ആ ഇരുട്ടത്ത് തന്റെ ഉടുമുണ്ട് പിടിച്ച് വീണ്ടും ബിലാൽ റളിയല്ലാഹു അൻഹു തിരിച്ചോടി ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എക്കാലഘട്ടത്തിലും ഇസ്ലാമിന്റെ ഇസ്സത്ത് പഠിപ്പിച്ചത് ആ പരസ്പര സ്നേഹത്തിലൂടെയാ, ബന്ധത്തിലൂടെയാ, ആ മഹത്തരമാക്കപ്പെടുന്ന ഇണക്കത്തിലൂടെയാ. സ്വന്തം ഉരുകിക്കൊണ്ടും സ്വയം ക്ഷമിച്ചിട്ടും സഹിച്ചിട്ടും അപരനെ സ്നേഹിക്കാൻ അള്ളാന്റെ ഹബീബ് പ്രാധാന്യം കൊടുത്തു. ഒരിക്കൽ വലിയൊരു കച്ചവട സംഘം പട്ടിണിയുമായി മദീനയിലെ പള്ളിയിലെത്തി. സഹാബാക്കൾക്കിടയിൽ വെച്ച് അവര് റസൂലുള്ളാഹിനോട് ഒരു ആഗ്രഹം പറഞ്ഞു, നബിയെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാൻ തരണം. തിരുദൂതൻ ഇരിപ്പിടത്ത് എഴുന്നേറ്റ് സ്വന്തം വീട്ടിലേക്ക് കയറി ചെന്നു. ആ വീട് മൊത്തം തെരഞ്ഞു, ഒന്നുമില്ല. ഓരോ ഭാര്യമാരുടെ വീട്ടിലും കയറി ചെന്നു. അവസാനം നിറക്കണ്ണുകളോടെ ആ ആളുകളുടെ മുൻപിൽ വന്ന് തലകുനിഞ്ഞ് നിൽക്കുന്ന റസൂലുള്ളാഹിനോട് സഹാബത്ത് ചോദിച്ചു, എന്തേ നബിയെ? അള്ളാഹുവിന്റെ പ്രവാചകൻ നെഞ്ചിൽ കൈവച്ചിട്ട് പറഞ്ഞു, പച്ചവെള്ളമല്ലാതെ എന്റെയും എന്റെ ഭാര്യമാരുടെയും വീട്ടിൽ മറ്റൊന്നുമില്ല. പക്ഷേ എന്റെ മുൻപിൽ വന്ന് ഭക്ഷണം ചോദിച്ച ഈ സാധുക്കൾക്ക് എങ്ങനെ വെള്ളം ഭക്ഷണം കൊടുക്കുമെന്ന് റസൂലുള്ള സങ്കടപ്പെടുമ്പോ സഹാബാക്കൾ തിരിച്ച് വീട്ടിലേക്ക് ഓടുകയും ഓരോരുത്തർക്കും വീട്ടിൽ ബാക്കി എന്താണോ ഉള്ളത് അവസാനം വന്നവന്റെ കയ്യിൽ ഒരു ചെറിയുള്ളി കണ്ട് റസൂൽ ചോദിച്ചു, ആർക്കാ സഹോദര? ഇതേയുള്ളൂ നബിയെ എനിക്ക് അവരെ സ്നേഹിക്കാൻ. ഈ ചെറിയുള്ളി കൊടുത്തിട്ടെങ്കിലും ഞാൻ അവരെ സ്നേഹിക്കട്ടെ നബിയെ, എനിക്കും വേണ്ടേ പ്രവാചകരെ സ്വർഗമെന്ന് ചോദിച്ച് ആ ചെറിയുള്ളി തന്നെ കാണാൻ വന്നവന്റെ നേരെ നീട്ടി. ആ ചെറിയുള്ളിയിൽ സ്വർഗത്തിന്റെ മണം കണ്ട ആ സഹാബാക്കളും റസൂലും ജീവിച്ചത് ബന്ധങ്ങളെ സ്നേഹിച്ചുകൊണ്ടാ. ആ ബന്ധങ്ങൾക്ക് എന്നും മഹത്വം കൊടുത്തോണ്ടാ. പകയും വെറുപ്പുമില്ലാത്ത മനസ്സോടുകൂടി നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ എനിക്കവരെ കണ്ടുമുട്ടണം എന്ന ചരിത്രത്തോടുകൂടി. അതുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബ നബി തങ്ങൾ പഠിപ്പിച്ചതും ഒരാളോടുള്ള പക, വെറുപ്പ് അത് അവനെയല്ല ബുദ്ധിമുട്ടിക്കുന്നത്, നിങ്ങളെ മനസ്സിനെയാണ് അത് ബുദ്ധിമുട്ടിക്കുന്നത്. നമ്മളെ മനസ്സിനെയാണ് അത് വേദനിപ്പിക്കുന്നത്. ഒരാളോടുള്ള വെറുപ്പും വിദ്വേഷവും മനസ്സ് കൊണ്ടടക്കുമ്പോ നമ്മളെ മനസ്സും ഇങ്ങനെ മലിനമായിക്കൊണ്ടിരിക്കുക. അസൂയ, ഈഗോ, പ്രശ്നങ്ങള്, അസ്വസ്ഥതകള്, വല്ലാത്തൊരു ബുദ്ധിമുട്ട്. എന്നാ എല്ലാവരെയും മുഖത്തേക്ക് നോക്കി ചിരിച്ച് എല്ലാ ബന്ധങ്ങളും നന്നാക്കി എല്ലാ ബന്ധങ്ങളോടും മാന്യമായി ഇടപെട്ട് അള്ളാന്റെ അരികിലേക്ക് മടങ്ങുന്ന ഒരു യാത്രയെ പറ്റി നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. നമ്മളെ ആൾക്കാർക്കൊക്കെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, മരിക്കുന്ന സമയത്ത് മയ്യത്തസ്കരിക്കാൻ ആള് വരുന്നതൊക്കെ വലിയ പുണ്യമാണെന്നൊരു ധാരണ ഉണ്ട്. നാട്ടിലെ സൽപ്പേരുകൊണ്ടും കുടുംബ പേരുകൊണ്ടും ചിലപ്പോൾ ആളുകൾ കൂടുതൽ വരും. മയ്യത്ത് നിസ്കരിക്കാനും കുളിപ്പിക്കാനും ഒക്കെ ആളുകൾ സഹകരിച്ചു എന്നും വരും. അള്ളാഹുവിന്റെ മണ്ണ് കൊണ്ടുവച്ച് 3 പിടി മണ്ണ് വാരിയിട്ട് തസ്ബീത്തും ചൊല്ലി കുടുംബക്കാര് തിരിച്ചു പോകുമ്പോ അവിടെ നിന്ന് അങ്ങോട്ട് ആ മണ്ണിന്റെ അടിയിൽ മനസ്സമാധാനത്തോടെ കിടക്കണേ. ഒരാളെ മനസ്സിലും വെറുപ്പില്ലാതെ മരിക്കാൻ പറ്റണം. ഒരാളെ മനസ്സും കരയിപ്പിക്കാതെ കിടക്കാൻ പറ്റണം. ഒരാളെ കണ്ണും നിറയിപ്പിക്കാതെ ജീവിക്കാൻ പറ്റണം. ഒരാളൊരു ഉറുപ്പിയും കട്ടെടുക്കാതെ ജീവിക്കാൻ പഠിക്കണം. അല്ലാതെ പടച്ചറബ് നെറ്റിത്തടത്തിലെ നിസ്കാരത്താമ്പോ നോക്കിയിട്ടും നാട്ടിൽ എത്ര കാലം എത്ര ഖുർആൻ ക്ലാസ് പോയി നോക്കിയിട്ടും അല്ല പടച്ചോന്റെ ഖബറിൽ നല്ല വിചാരണക്ക് തുടക്കം കുറിക്കുന്നത്. നിങ്ങൾ കുടുംബത്തെ സൂക്ഷിച്ചോ, അള്ളാന്റെ മണ്ണിൽ എത്തുന്നതിന് മുൻപ് നിങ്ങൾക്കത് നന്നാക്കാൻ പറ്റണം. ഇന്നാ ബന്ധങ്ങളാ പലതും തകർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നോരോ ബന്ധങ്ങളും ഞാൻ പറയാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാ കുടുംബ ബന്ധങ്ങൾ തകരുന്നത്? ഈഗോ, മനസ്സിലുണ്ടാകുന്ന പക, വെറുപ്പ്, ചെയ്തതിന് മുഴുവനും ഈ ദുനിയാവ് തന്നെ തിരിച്ചു കിട്ടണം എന്ന് ആഗ്രഹിച്ച ഈ ദുനിയാവിൽ അത് തിരിച്ചു കിട്ടിയിട്ടില്ലേ നമ്മൾ വലിയ പ്രശ്നക്കാരായി മാറും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഞാൻ ഇങ്ങോട്ട് കയറി വരുമ്പോ എനിക്ക് പരിചയമുള്ള ഒരാളെ പിൻഭാഗത്ത് കണ്ടു, അബ്ദുക്കാനെ കണ്ടു. ഞാൻ കയറി വന്ന് പരിചയത്തിന്റെ മുഖഭാവത്തോടു കൂടി ഒന്ന് ചിരിച്ചു. അബ്ദുക്ക ചിരിച്ചില്ല. എന്റെ മനസ്സിൽ അതൊരു വേദന ഉണ്ടാക്കി. എന്താ ഇപ്പൊ ചിരിക്കാത്ത്?
അവിടുന്ന് ഞാൻ ഏകദേശം അങ്ങനെ ചുറ്റിത്തിരിഞ്ഞ് വരുന്ന സമയത്ത് വീണ്ടും അബ്ദുക്കാനെ കണ്ടു. ഞാൻ ഒന്നും കൂടി ചിരിച്ചു. അബ്ദുക്ക ചിരിച്ചില്ല. എന്റെ മനസ്സിലൊരു പക വന്നു തുടങ്ങി. എന്താത്തൊരു കിബിറ്, നമ്മൾ നോക്കിയിട്ടൊന്നും ചിരിക്കണില്ല. ഈ ക്ലാസ് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോകുമ്പോ അബ്ദുക്കാന്റെ ഇങ്ങനെ നേർക്ക് നേരെ വന്നിട്ടൊന്ന് മുഖത്തേക്കൊക്കെ ഇട്ട് ചിരിച്ചു. ഞാൻ ചിരിച്ചില്ല. ആഹാ, 2 തവണ എന്നോട് ഞാൻ ചിരിച്ചിട്ട് എന്നോട് ചിരിക്കാത്തവനോട് തിരിച്ച് ചിരിക്കാനുള്ള പക, ആ ഈഗോ, അതേ ഉള്ളൂ കുടുംബത്തിൽ. കണക്ക് നോക്കാൻ പടച്ച റബ്ബുണ്ട് എന്ന് അള്ളാഹ് പറയുമ്പോ ആ അള്ളാഹുവിന്റെ വാക്കുകൾക്കുള്ള ധിക്കാരമാണ് പക. ആ പക ഒരു മനുഷ്യന്റെ മനസ്സിലുണ്ടോ അവൻ സ്വർഗം കാണൂല. ഔസിനി ബിൽ ജന്ന, മദീന പള്ളിയിൽ ഇരിക്കുന്ന തിരുദൂതന്റെ കാലിന്റെ അരികിൽ വന്നിട്ട് ഒരു സ്വഹാബി ചോദിച്ചു, നബിയേ സ്വർഗം കിട്ടാൻ എന്നെ ഒന്ന് ഉപദേശിക്കുന്നത്. ഔസിനി ബിൽ ജന്ന, എനിക്ക് സ്വർഗം കിട്ടുന്ന ഒരു സ്വഭാവം ഉണ്ടാവണം. തിരുദൂതൻ പുഞ്ചിരിയോടെ പറഞ്ഞു, ലാ തഗ്ളബ്, നീ കോപിക്കരുത്, നീ ദേഷ്യപ്പെടരുത്, നിനക്ക് പകയുണ്ടാകരുത്. കാരണം നിന്റെ പക നിന്നെ കീഴടക്കുമ്പം ഒരുപാട് സ്വഭാവ ഗുണങ്ങൾ നിനക്ക് നഷ്ടപ്പെടുകയാ. നിനക്ക് അസൂയ വരും, നിനക്ക് അഹന്ത വരും, നിനക്ക് മറ്റു പല ചിന്തകളും വരും. നിനക്ക് ദുനിയാവിൽ പടച്ച റബ്ബ് തന്നതിന്റെ ഒക്കെ വില നിന്റെ മനസ്സിന് നഷ്ടപ്പെട്ടു തുടങ്ങും. അവിടെ നിനക്ക് പകരം ശൈത്താൻ തോന്നിപ്പിക്കും, നീ തരക്കേടില്ല, അതുകൊണ്ട് നന്നാവാനുള്ള നിന്റെ മുൻപിൽ വരട്ടെ, നിന്റെ അടുത്ത് വരട്ടെ എന്നൊരു വാശി നിന്റെ മനസ്സിൽ വരും. എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തി, വലാ തഹ്സബന്നല്ലാഹ ആഫിലൻ അമ്മാ യഅമലു ളാലിമൂൻ, അക്രമികൾ ചെയ്യുന്ന കാര്യത്തിൽ അള്ളാഹു അശ്രദ്ധനാണെന്ന് നീ വിചാരിക്കണ്ട, കണക്ക് പടച്ചോ നോക്കിക്കോളും. അപ്പൊ നമ്മൾ ചെയ്താതെ തന്നെ നമ്മളോട് കുറെ ശത്രുത ചെയ്യുന്നവരുണ്ടാകും, നമ്മളോട് പക കാണിക്കുന്നവരുണ്ടാകും, നമ്മളെ പറ്റി പറഞ്ഞു നടക്കുന്നവരുണ്ടാകും. അതൊന്നും മനസ്സിൽ വെച്ച് അതേ പ്രതികാര ബുദ്ധിയോടെ തിരിച്ചു ചെയ്യാനല്ല അള്ളാഹുവിന്റെ കൽപ്പന. മറിച്ച് നിങ്ങൾ അത് അള്ളാഹുവിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ, ഇത്തഖൂ ദഅവത്തൽ മദ്ലൂം, നിങ്ങളോ ഒരന്യായവും ചെയ്യാതെ നിങ്ങളോട് അന്യായം ചെയ്തവർ ആരുണ്ടെങ്കിലും അള്ളാഹു ഒരിക്കലും വമല്ലാഹു ബിഗാഫിലിൻ, അള്ളാഹു അശ്രദ്ധനല്ല, കണക്ക് പടച്ചോ നോക്കിക്കോളും. അള്ളാഹു കണക്ക് നോക്കും. ആ ഒരു മനസ്സാണ് ഏത് ബന്ധങ്ങളെയും നമ്മൾ സ്നേഹിക്കാനുള്ളത്. നമ്മൾ ഓരോരുത്തരുടെ ജീവിതത്തിലും അള്ളാഹുവിന്റെ തീരുമാനമാ നമുക്ക് അള്ളാഹു തന്ന ബന്ധങ്ങള്. ഞാൻ പറയാറുണ്ട്, ഞാൻ മന്മണ്ട ജനിക്കണം എന്ന് പടച്ചോന്റെ കലാ. നിങ്ങൾ ഇവിടെ ആവണമെന്നും ഒരു ബന്ധമില്ലാത്ത നമ്മൾ തമ്മിൽ വലിയൊരു ആദർശ ബന്ധം ഉണ്ടാവണമെന്നും, നിങ്ങൾ ഒരു കുടുംബത്തിന്ന് പോലും കല്യാണം കഴിക്കാത്ത ഞാൻ പറയുന്ന 1 മണിക്കൂർ കേൾക്കാൻ നിങ്ങൾ ഇരിക്കണം എന്നുള്ളതും ഒക്കെ കലാവ് വിട്ട് അള്ളാന്റെതാ. ആ വിശ്വാസമാണ് നമ്മുടെ ജീവിതത്തിൽ ബന്ധങ്ങളിൽ വേണ്ടത്. എനിക്കെന്റെ റബ്ബ് തന്നതാണ് എന്റെ വാപ്പ, എന്റെ ഉമ്മ, എന്റെ ജ്യേഷ്ഠൻ, എന്റെ അനിയൻ, എന്റെ ഭാര്യ കുടുംബം, എന്റെ ഭർത്താ കുടുംബം. ഇങ്ങനെ ജീവിതത്തിലുള്ള ഓരോ ബന്ധങ്ങളും, ആ ബന്ധങ്ങളൊക്കെ നന്നാക്കാനും ചേരാനും പറ്റുന്ന ലോകം ഈ ദുനിയാവ് മാത്രമാണ്. ഈ ദുനിയാവിലെ നമുക്ക് പരസ്പരം കൂടിച്ചേരാനും സ്നേഹിക്കാനും കൈകൊടുക്കാനും പൊരുത്തപ്പെടാനും ഒക്കെ പറ്റൂ. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നില്ല, നബിയേ അള്ളാന്റെ മഹ്ശറയിൽ എല്ലാവരും എങ്ങനെയായിരിക്കും? അള്ളാന്റെ റസൂല് തിരിച്ചു പറഞ്ഞു, ആയിഷ നഗ്നരായിരിക്കും. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്നും ജനിച്ചത് എങ്ങനെയാണോ അങ്ങനെ ഒരു നൂൽബന്ധം പോലും ഇല്ലാതെയാണ് പടച്ചോന്റെ മഹ്ശറയിൽ ഉണ്ടാവുക. ഒരു പെണ്ണിന്റെ സ്വതസിദ്ധമായ കുട്ടിത്വത്തോടുകൂടി അന്ന് ചെറിയ പ്രായമുള്ള ആയിഷ ബീവി ചോദിച്ചു, നബിയെ ഒരാളും ഉടുക്കാതെ നിൽക്കുമ്പോ അതെങ്ങനെയാ റസൂലെ ശരിയാവുക? അവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ ഉണ്ടാവൂലേ നബിയെ? അള്ളാഹുവിന്റെ ഹബീബ് കണ്ണു നിറഞ്ഞിട്ട് പറഞ്ഞു, ആയിഷ, പടച്ച റബ്ബിന്റെ മഹ്ശറയിൽ ഒരാൾക്ക് മറ്റൊരാളോട് ഒന്ന് സംസാരിക്കാൻ പോലും, ഒരാളുടെ മുഖത്തേക്ക് നോക്കാൻ പോലും കെൽപ്പില്ലാത്ത ലോകമാണ് ആയിഷ അള്ളാഹുവിന്റെ മഹ്ശറ. ആ ലോകത്ത് വെച്ചൊരാൾക്കും സംസാരിക്കാൻ അവകാശമില്ല, ഒരാൾക്കും പൊരുത്തം വാങ്ങാനുള്ള അവകാശമില്ല, ഒരാൾക്കും കൈ പിടിച്ച് സലാം പറയാനുള്ള അവകാശമില്ല, ഒരാൾക്കും നെഞ്ചുപൊട്ടി കരഞ്ഞ് പറ്റിപ്പോയി റബ്ബേ എന്ന് പറയാനുള്ള അവകാശമില്ല. അതൊക്കെ ഈ ദുനിയാവിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാ മരിക്കുന്നതിന്റെ തൊട്ടു മുൻപ് മദീനത്തെ പള്ളിയിൽ വന്ന് നിലത്തുറയ്ക്കാത്ത കാലുമായി തളർന്നു വീണിട്ടും മിമ്പറിലേക്ക് കയറി തലകുനിച്ച് പെരടി കാണിച്ച് ആർക്കെങ്കിലും തല്ലാനുണ്ടെങ്കിൽ തല്ലണേ എന്ന് ലോകം കണ്ട ഏറ്റവും നല്ലൊരു പ്രവാചകൻ അവസാന സെക്കൻഡിൽ പോലും ശ്വാസം മുട്ടി കരഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ലോകത്ത് നിന്നും പടച്ചോൻ തിരിച്ചു വിളിക്കുന്നതിന്റെ മുൻപ് എല്ലാ ബന്ധങ്ങളും നമുക്ക് നന്നാക്കാൻ പറ്റണം. അവസാനം പോകുന്ന 3 വള്ളത്തുണിയിൽ ഒന്നും കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ലെങ്കിലും നിറഞ്ഞ മനസ്സോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പറ്റണം. കൊണ്ടുപോകാൻ പറ്റുന്നത് അതേ ഉള്ളൂ, കൊണ്ടുപോകാൻ പറ്റുന്നത് അതേ ഉള്ളൂ. ലോകം അടക്കി വാണിരുന്ന അലക്സാണ്ടർ ചക്രവർത്തി
അദ്ദേഹത്തിന്റെ 34-ാമത്തെ വയസ്സിൽ അദ്ദേഹം മരണപ്പെടുകയാ, ഒരു ചെറിയ സുക്കേട് വന്നിട്ട്. അന്ന് അലക്സാണ്ടർ ചക്രവർത്തിയുടെ പേര് കേട്ടാൽ യൂറോപ്യൻ പശ്ചിമേഷ്യൻ രാജ്യങ്ങളൊക്കെ കിടുകിട വിറച്ചിരുന്നു. ഓരോ രാജ്യങ്ങളിലും പട നയിച്ച് ഓരോ രാജ്യങ്ങളും കീഴടക്കി സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ ഉടമയാകും ഞാൻ, ഈ ലോകം എന്റെ കാൽക്കീഴിലായിരിക്കുമെന്ന് വെല്ലുവിളിച്ച അലക്സാണ്ടർ ചക്രവർത്തി ആയിരങ്ങളെ കൊന്നൊടുക്കി, 10,000-ങ്ങളെ കൊള്ളയടിച്ചു, നിരവധി ഖജനാവുകൾ കട്ടുമുടിച്ച് ജീവിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ചെറിയ സുക്കേട് ബാധിച്ച് അദ്ദേഹം മരിച്ചു. മരിച്ച അന്ന് അദ്ദേഹത്തിന്റെ ശവം അടക്കാൻ കൊണ്ടുപോകുമ്പോ ആ നാട്ടിലുള്ള പണ്ഡിതന്മാർ അദ്ദേഹത്തിന്റെ 2 കൈകൾ പുറത്തേക്ക് ശവമഞ്ചലിന്റെ ശവപ്പെട്ടിയുടെ പുറത്തേക്ക് ഇങ്ങനെ തൂക്കിയിട്ടു. കണ്ടു നിൽക്കുന്നവരൊക്കെ ചോദിച്ചു, നിങ്ങൾ എന്തിനാ അത് ചെയ്തത്? ആ ശവപ്പെട്ടിയിൽ നിന്നും പുറത്തേക്ക് തൂങ്ങിക്കിടക്കുന്ന കൈകൾ ചൂണ്ടിയിട്ട് അന്ന് ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ പറഞ്ഞു, ലോകം വെട്ടിപ്പിടിച്ചിട്ടും അധികാരങ്ങൾ കൊള്ളയടിച്ചിട്ടും ഖജനാവുകൾ കൊള്ളയടിച്ച് കാലിയാക്കിയിട്ടും അവസാനം ലോകത്തു നിന്നും മടങ്ങിപ്പോകുന്ന അലക്സാണ്ടർ ചക്രവർത്തി ഒരു മൺതരി പോലും കൊണ്ടുപോയിട്ടില്ല എന്ന് ഈ ലോകത്തെ മനുഷ്യരെ ബോധ്യപ്പെടുത്താനാ അദ്ദേഹത്തിന്റെ കൈ ഞങ്ങൾ പുറത്തേക്കിട്ടത്. ഇതേ വർത്താനം ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മയ്യത്ത് കേട്ടിട്ടുണ്ട്. ഒരു മയ്യത്ത് പങ്കെടുത്ത് ബാക്ക് ഭാഗത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരും കൂടി മയ്യത്തെടുത്ത് പറമ്പക്ക് കൊണ്ടുപോയി ആ പറമ്പിലേക്ക് വെച്ച് 3 പിടി മണ്ണൊക്കെ ഇട്ട് തസ്ബീത്തും ചൊല്ലി ഇങ്ങനെ തിരിച്ചു പോരുമ്പോ അതിന്റെ തൊട്ടു മുൻപ് അവസാനത്തെ ഒരു സലാം പറഞ്ഞ് കയ്യും പിടിച്ചിട്ട് ഒരാൾ ഇങ്ങനെ നിൽക്കുക. അദ്ദേഹം അടുത്തുള്ളവനോട് പറയുന്ന ഒരു വാക്കുണ്ട്, എന്തൊക്കെ കാണിച്ചൂട്ടിയ മനുഷ്യനാ, എത്രങ്ങാനും മുതലുണ്ടാക്കിയിട്ടുണ്ട്, ഒന്നും ഒരു മനുഷ്യനും കൊടുക്കാതെ കുടുംബക്കാരുമായിട്ട് പിണങ്ങി, പെങ്ങളുമായിട്ട് അടി ഉണ്ടാക്കി, അളിയനുമായിട്ട് പ്രശ്നം ഉണ്ടാക്കി, കേസ് നടത്തി ജീവിച്ച കാലത്ത് വെറും പ്രശ്നങ്ങൾ ഉണ്ടാക്കി. അവസാനം പോയിട്ട് എന്താ ഇപ്പൊ കൊണ്ടുപോയത്? എന്താ ഇപ്പൊ മണ്ണുക്ക് തിരിച്ചുകൊണ്ടുപോയത്? നിസ്കരിക്കാൻ വന്നോന്റെ ഒരു മനസ്സെങ്കിലും അറിഞ്ഞ പ്രാർത്ഥന കിട്ടുമോ? അല്ലാഹു അഅലം. ഞാൻ പറയാറുണ്ട്, നിസ്കരിക്കാൻ ആള് വരും, പക്ഷെ ഓരോരുത്തരുടെ മനസ്സിലും ഈ ചിന്തയാണെങ്കിലോ, നിവൃത്തിയോടുകൊണ്ടൊക്കെയാ ചിലർ മയ്യത്ത് നിസ്കരിക്കാൻ വരുന്നത്. നാട്ടിലായാലും കുടുംബത്തിലായാലും നിവൃത്തിയോടുകൊണ്ടാ. നാട്ടുകാർ ചോദിക്കും, മരിച്ചിട്ട് എന്നെ കണ്ടില്ലല്ലോ എന്നുള്ളൊരു ചോദ്യം പേടിച്ചു വരിക. ഓന്റെ സ്വഭാവം മനസ്സിലുള്ളവൻ പറയും, പ്രാർത്ഥിക്കാൻ തോന്നൂല കേട്ടോ എന്ന്. മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോലും തോന്നൂല. അമ്മാതിരി ലക്ഷണകെട്ട സ്വഭാവം കാണിച്ചതാ ദുനിയാവില്. അത് ഏറ്റവും അടുത്ത കുടുംബക്കാരാണെങ്കിലോ പറയുന്നത്, ഏറ്റവും അടുത്ത ബന്ധുക്കളാണ് അത് പറയുന്നത്. ഒരു ഉമ്മാന്റെ 2 മക്കളെ കൂട്ടത്തിലുള്ള മക്കളായത് പറയുന്നതെങ്കിലോ, മനസ്സ് വെറുത്തിട്ട് മയ്യത്തിനെ കണ്ട് നിവൃത്തിയില്ലാത്തത് കൊണ്ട് മക്കളെ സ്കൂൾ മദ്രസയെ ഒഴിവാക്കി തറവാട്ടിൽ വന്നെന്ന് ഓന്റെ മയ്യത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് 3-ാമത്തെ വൈകുന്നേരം ഞങ്ങൾ ഇനി പോകുക കേട്ടോ, നേരം കിട്ടുമ്പോഴൊക്കെ വരാ എന്ന് വെറുപ്പോടെ പറഞ്ഞ് ഇറങ്ങിപ്പോകുന്ന ഒരു സ്വഭാവത്തിന്റെ, ബന്ധം മുറിച്ചലിന്റെ ഒരു ഉടമകളാ നമ്മളെങ്കിൽ പിന്നെന്താ പ്രിയപ്പെട്ടവരെ പടച്ചോന്റെ ദുനിയാവെന്ന് തിരിച്ചുകൊണ്ടുവാനുള്ളത്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓരോ ബന്ധങ്ങളെയും സൗഹൃദങ്ങളെ പോലെയും അല്ല ചോദിക്കുന്നുള്ള ഭയപ്പാടോടെ സ്നേഹിച്ചു എന്നാ. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു തആലയും റസൂലുള്ളാഹിയും മദീനത്തെ വീട്ടിലിരിക്കുമ്പോ ആരോ ഒരു ആടിന്റെ കുളമ്പടക്കമുള്ള തൊടയിറച്ചി കൊടുക്കും. ആ തൊടയിറച്ചി ഇങ്ങനെ കൊടുക്കും, കുറച്ച് ഇറച്ചിയുള്ളൂ, ബാക്കിയൊക്കെ ഇങ്ങനെ തൊടഭാഗം. റസൂലുള്ളാഹി ഇറച്ചിയിലേക്ക് ഇങ്ങനെ തിരിച്ചും മറച്ചും നോക്കി. ആയിഷ റളിയല്ലാഹു തആലയുടെ മുഖം ഇങ്ങനെ തെളിയാൻ തുടങ്ങി, കാരണം എപ്പോഴെങ്കിലും കിട്ടുന്ന ഭക്ഷണ. പക്ഷെ അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു, ആയിഷ, ഈ ഇറച്ചി നമ്മള് ഇന്ന വൃദ്ധക്ക് കൊടുത്താലോ, ആ സ്ത്രീക്ക് കൊടുത്താലോ? ആയിഷ ബീവിക്ക് ദേഷ്യായി. ആയിഷ ബീവി ചോദിച്ചു, റസൂലേ നിങ്ങൾക്ക് എന്താണ്, നമ്മക്ക് പോലും തിന്നാനില്ല, എന്നിട്ട് ആ സ്ത്രീക്ക് കൊടുക്കാൻ? ആ സ്ത്രീ നിങ്ങൾ ആരാ റസൂലേ? ആ വൃദ്ധ നിങ്ങൾ ആരാ നബിയെ? നിങ്ങളെ കുടുംബമല്ല, ഏതെങ്കിലും തരത്തിൽ നിങ്ങളുമായിട്ടൊരു ബന്ധം ആ സ്ത്രീക്കുള്ളത് ഞാൻ അറിഞ്ഞിട്ടില്ല നബിയെ. പിന്നെന്തിനാ ഇത് അവൾക്ക് കൊടുക്കാൻ നിങ്ങൾ പറയുന്നത്? അള്ളാഹുവിന്റെ റസൂൽ ആ കുളമ്പിലേക്ക് ഇങ്ങനെ പിടിച്ചിട്ട് കണ്ണീരോടെ പറയും, ആയിഷ, അതെന്റെ ഖദീജാന്റെ കൂട്ടുകാരിയായിരുന്നു. എന്റെ ഖദീജ പലപ്പോഴും നെഞ്ചു പൊട്ടുമ്പോ ആ പെണ്ണിന്റെ അരികിൽ ചെല്ലുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നാട്ടുകാരെന്നെ കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും കരികല്ലുകൊണ്ട് എറിയുകയും എന്റെ പെണ്ണായതിന്റെ പേരിൽ, എന്റെ തുണയായതിന്റെ പേരിൽ ഖദീജാനെയും നാട്ടുകാർ കുറ്റപ്പെടുത്തിയപ്പോ ഒരല്പ ആശ്വാസത്തിന് വേണ്ടി എന്റെ ഖദീജ കയറി ചെല്ലുന്ന ഖദീജാന്റെ കൂട്ടുകാരിയായിരുന്നു. അതുകൊണ്ട് ആയിഷ, ഈ കുളമ്പ് ഞാൻ ആ എന്റെ കൂട്ടുകാരിക്ക് കൊടുക്കും. അത്രക്ക് സ്നേഹം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിരുന്നു എന്നാണ്. ഓരോ ബന്ധങ്ങളോടും നമ്മളൊക്കെ പറയാറില്ലേ, ചിലരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നാട്ടിലൊക്കെ എപ്പോഴും സന്ദർശിക്കും. ഈ കുടുംബത്തിൽ ഇടക്കിടക്ക് വരുന്ന ഒരു കുടുംബക്കാരൻ, അല്ലെങ്കിൽ നമ്മളെ കുടുംബത്തിൽ ഇടക്കിടക്ക് സന്ദർശിക്കുന്ന ഒരു കുടുംബക്കാരനൊക്കെ മരിക്കുമ്പം ചിലപ്പോൾ നമ്മളെ ഉമ്മാരൊക്കെ പറയും, എന്റെ ഉമ്മ പറയും, ഞാൻ കേട്ടിട്ടുണ്ട്, ഓന്റെ ആ നല്ല സ്വഭാവം ഓന്റെ മക്കളെയും പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഓൻ വരുന്നത് മാത്രമല്ല, ഓൻ എപ്പം നാട്ടിലെത്തിയാലും ആഴ്ചയിലോ മാസത്തിലോ ഒരിക്കലും വിളിച്ചു നോക്കെങ്കിലും ചെയ്യും.
ആ വിളിച്ചോക്കൽ മാത്രമല്ല, ഓനോന്റെ മക്കളെ അത് പഠിപ്പിച്ചിട്ടുണ്ട്. മക്കളെ ഓൻ കൊണ്ടുവരും. ഓൻ തരുന്നതൊന്നും അല്ലായിനും ഓൻ വന്ന് ഒന്ന് അടുത്തിരുന്ന് എന്തൊക്കെ അമ്മായിയെ എന്ന് ചോദിക്കുമ്പോ കിട്ടുന്ന ഒരു സുഖണ്ട്. എന്റെ ആങ്ങളെ മരിച്ചുപോയതാണെങ്കിലും ആങ്ങളന്റെ മോന വന്ന് ചോദിക്കുമ്പോ എന്റെ ആങ്ങളാൻ എനിക്ക് കണ്ണിൽ ഇങ്ങനെ കാണാൻ പറ്റും. ആ ആങ്ങളനെ കണ്ണ് കണ്ടിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പടച്ചോനെ ഇങ്ങനെ ഒരു മോനുണ്ടാക്കിയതിന് എന്റെ ആങ്ങളക്ക് ഇനി സ്വർഗം കൊടുക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോയിട്ടുണ്ട്. ആ മോൻ വന്നത് വിരല് മാത്രല്ലായിരുന്നു, ഓൻ പ്രാർത്ഥിക്കുകയും ചെയ്യായിരുന്നു എന്നൊക്കെ ചില മക്കളെ പറ്റി പറയുമ്പോ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളെ മക്കൾക്കറിയോ നമ്മളെ കുടുംബാരാണ്? നമ്മളെ എത്ര മക്കൾക്കറിയാം നമ്മളെ ഇളയമ്മയാരാ, അമ്മായി ആരാ, മൂത്തമ്മയാരാ, മൂത്തമ്മന്റെ മക്കളാരാ, ഇളയമ്മന്റെ മക്കളാരാ? യാതൊരു ബന്ധവും ഇല്ല. അവനവന്റെ ജീവിതത്തിലേക്ക് ഓരോരുത്തരും ചുരുങ്ങിക്കൊണ്ടിരിക്കുമ്പോ, മനുഷ്യന്റെ സ്വഭാവങ്ങൾ കുടുസായിക്കൊണ്ടിരിക്കുമ്പോ, നാളെ പടച്ചറബിന്റെ കോടതിയിൽ ഓരോരുത്തരെ മുൻനിർത്തിയും അള്ളാഹു ചോദിക്കുന്ന ഈ ബന്ധങ്ങളെ പറ്റി പഠിപ്പിച്ച സമയത്ത് അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അൽ ബഹ്ലു അല അഖാരിബി. ചില പിശുക്കന്മാരുണ്ടാകും കുടുംബത്തിൽ, ചെലവാക്കുന്നിടത്ത് അവർക്ക് കുടുംബം പോലും വലിയ പ്രശ്നമാവൂല. സഹാബത്ത് ചോദിച്ചു, റസൂലേ മനസ്സിലായില്ല. അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പറയാ, ബന്ധം ചേരേണ്ടി വരുമോ എന്നുള്ള ബേജാറുകൊണ്ട് അവൻ കുടുംബക്കാരായിട്ടൊരു ബന്ധം സ്ഥാപിക്കൂല, അവരെ സന്ദർശിക്കൂല, അവർക്ക് എന്തെങ്കിലും ഹദിയ കൊണ്ട കൊടുക്കൂല. ചുരുക്കി പറഞ്ഞ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ട് ചിലര്, ചില ഭാര്യമാര് പിയാപ്ലാരോട് പറയും, അല്ല നമുക്ക് നിങ്ങളെ പെങ്ങളാടൊന്ന് പോയി വന്നൂടെ. ചില ഭർത്താക്കന്മാർ പറയും, ഇപ്പൊ പോവുകയാണെങ്കിൽ എന്തായാലും വണ്ടി ചെലവ് പെട്രോൾ 500 അടിക്കണം, അല്ലെ 1000 അടിക്കണം. പിന്നെ അങ്ങോട്ട് പോകുമ്പോ എന്തായാലും കുറച്ച് സാധനങ്ങൾ വാങ്ങേണ്ടി വരും. അതൊക്കെ വാങ്ങുമ്പോഴേക്ക് ഒരു 2000 റുപ്യ തീരും. എന്തിനാ അപ്പം വെറുതെ അങ്ങനത്തെ ഒരു ഏർപ്പാടിന്? മാത്രമല്ല പിന്നെ അവരിങ്ങോട്ട് വരും, ഇവിടെ വരും. നമ്മൾ ഇവിടെ ഇല്ലാത്തൊരു പോകാൻ വിചാരിച്ച ദിവസമായിരിക്കും, നമുക്ക് കല്യാണത്തിന് പോകാനുള്ള ദിവസമായിരിക്കും. ആകെ ഒരു ബന്ധങ്ങളൊന്നും അങ്ങനെ വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുക. ആർക്കും ആരോടും പ്രത്യേകിച്ചൊരു ബന്ധവുമില്ല. എല്ലാവർക്കും അവനവന്റെ സ്വാർത്ഥതയും അവനവന്റെ സന്തോഷങ്ങളും മാത്രമായി ചുരുങ്ങുമ്പോൾ ആ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ അവകാശികളായ രക്ഷിതാക്കൾ പോലും ഇന്ന് കുടുംബത്തിൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മളെ സ്നേഹത്തിന്റെ ഏറ്റവും വലിയ അവകാശികളാരാ? നമ്മളെ മാതാപിതാക്കളാ. ആ മാതാപിതാക്കൾ പോലും ഇന്ന് കുടുംബത്തിൽ ഒറ്റപ്പെടുകയും മനസ്സ് വേദനിച്ച് ജീവിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. നമ്മളൊക്കെ പറയാറുണ്ട്, ഓരോ പള്ളിക്കാട്ടിലെ ഓരോ കബറിന്റെ അടിയിലും ഒരുപാട് സ്വപ്നങ്ങൾ, മരിച്ചുപോയ ഒരുപാട് വാപ്പയുമ്മയും നെഞ്ചുപൊട്ടി കിടക്കുന്നുണ്ട്. ഓരോ വെള്ളിയാഴ്ചയും ഓരോ ദിവസവും അവർ ആഗ്രഹിക്കുന്ന ഒരു ആഗ്രഹം എന്തായിരിക്കും അറിയോ? എന്റെ മക്കളിൽ ആരെങ്കിലും പടച്ചോൻ എന്റെ കബറും പുറത്തൊന്ന് വന്നിരുന്നെങ്കിലെന്ന, ഒരാളെങ്കിലും പടച്ചോനോട് എനിക്ക് വേണ്ടി പറഞ്ഞിരുന്നെങ്കിലെന്ന. വവലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചല്ലോ, ഒരു മക്കൾ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന പടച്ചോൻ കേൾക്കുന്ന. സ്വന്തം അമ്മ കിടക്കുന്ന കബറിന്റെ അരികിൽ ചെന്ന്, ആ വാപ്പ കിടക്കുന്ന കബറിന്റെ അരികിൽ ചെന്ന് ഒന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കാൻ എത്ര മക്കൾക്ക് പറ്റാറുണ്ട്? ചരിത്രത്തിലെ ചില ആളുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഓരോ വെള്ളിയാഴ്ചയും പള്ളിയിൽ വന്ന് മലയാളത്തിലെ ഖുതുബയും കേട്ട് കുടുംബക്കാരെയും കണ്ട് നിങ്ങൾ ഓരോരുത്തരും നാട്ടുകാരെയും കണ്ട് സലാം പറഞ്ഞു പിരിഞ്ഞു പോകുമ്പോ അതേ പള്ളിയിൽ ഒരുപാട് കാലം ജീവിച്ച്, അതേ പള്ളിയിൽ ഒരുപാട് കാലം നിസ്കരിച്ച്, അതേ പള്ളിയിൽ ഒരുപാട് കാലം കുടുംബക്കാരെ കണ്ട് ഇന്ന് മണ്ണിന്റെ അടി കിടക്കുന്ന പല രക്ഷിതാക്കളും കുടുംബക്കാരും ആഗ്രഹിക്കുന്നുണ്ട്, അവരാ പള്ളിയിൽ നിന്നിറങ്ങി ഒന്നിന്റെ കബർ പുറത്തൊന്ന് വന്നിരുന്നെങ്കിലെന്ന്. നമ്മളങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ നമുക്ക് ചെയ്യാനും ആരും ഉണ്ടാവൂല. ഒരുപാട് പള്ളിക്കാട്ടിന്റെ ഉള്ളില്, ഒരുപാട് കബറിന്റെ ഉള്ളിലും അങ്ങനെ ഒരുപാട് ആളുകൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, നമ്മൾ എത്ര സന്തോഷത്തിലാണ് നമ്മളെ മാതാപിതാക്കളെ പരിഗണിക്കുന്നത്. മനുഷ്യൻ നിർമ്മിച്ച പാവകൾക്ക് പോലും ലക്ഷങ്ങളും ആയിരങ്ങളും വില ഉണ്ടാകുമ്പോ പച്ചക്കരൾ കൊണ്ട് അള്ളാഹു സൃഷ്ടിച്ച ഒരായുസ് മുഴുവൻ മക്കൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച വാപ്പക്കുമ്മക്കൊന്നും ഒരു വിലയില്ല. എല്ലാ മക്കളും അത്തരക്കാരെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഓരോ കുടുംബത്തിലും കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുക. പുറത്ത് പറയാൻ പറ്റാത്തതിന്റെ പേരിൽ നെഞ്ചിന്റെ ഉള്ളിൽ ഒരുപാട് ഭാരം കൊണ്ടടന്നിട്ട് പല അമ്മയും ബാപ്പയും മരിക്കുന്നത്. അങ്ങനെ ഒരു മരണമാണ് നമ്മളെ വീട്ടിന്റെ അകത്ത് സംഭവിക്കുന്നതെങ്കിൽ അത് സ്വന്തം വീട്ടിന്റെ അകത്ത് സംഭവിക്കണമെന്നില്ല, അനിയന്റെ വീട്ടിന്റെ അകത്തുനിന്ന് സംഭവിക്കുന്നതെങ്കിൽ ആ ഉമ്മാക്ക് എത്ര മക്കളുണ്ടോ അത്രയും മക്കൾക്ക് അള്ളാഹു അതിന്റെ ബാധ്യത ഏൽപ്പിച്ചിട്ടല്ലാതെ ഈ ലോകത്ത് നിന്നും തിരിച്ചു വിളിക്കൂലാണ്. അതുകൊണ്ടാ ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനത്തെ പള്ളിയിൽ വെച്ച് മാതാപിതാക്കളോടുള്ള സ്നേഹത്തെക്കുറിച്ചും കടപ്പാടിനെക്കുറിച്ചും വിശദീകരിച്ചപ്പോ ഒരു സ്വഹാബി എഴുന്നേറ്റ് ഓടി. റസൂലുള്ള അദ്ദേഹത്തോട് പിറ്റേന്ന് സുബഹിക്ക് ചോദിച്ചു, സഹോദരാ നീ എന്തിനാ ഓടിയത്?
അദ്ദേഹം പറഞ്ഞു, നബിയെ, എന്റെ ഉമ്മ ഈത്തപ്പനയുടെ കരിമ്പ് തിന്നാൻ ഒരു ആഗ്രഹം പറഞ്ഞിരുന്നു. ആ ആഗ്രഹം കേട്ടു പോന്നു എന്നല്ലാതെ അത് ചെയ്തു കൊടുക്കാൻ എനിക്ക് നേരം കിട്ടിയില്ല. അവസാനം ഞാൻ എന്റെ വീട്ടിൽ ചെന്ന്, നിങ്ങൾ എന്നാൽ പറയുന്നത് കേട്ട് വീട്ടിൽ ചെന്ന് ഈത്തപ്പനയുടെ മുഖഭാഗം വെട്ടി ആ കരിമ്പെടുത്തിന്റെ ഉമ്മാക്ക് കൊടുത്തപ്പോ ആ ഉമ്മാന്റെ മുഖത്തുണ്ടായ സന്തോഷം അതെന്റെ മനസ്സിനെ വല്ലാതെ സന്തോഷിപ്പിച്ചു നബിയെ. അത് കേട്ടപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്. അത്രക്ക് അവര് മാതാപിതാക്കളെ സ്നേഹിച്ചു. എന്നൊക്കറിയാലോ, അന്ന് 80 വയസ്സുള്ള അബൂ മൂസ റളിയല്ലാഹു അൻഹു ഉമ്മാന്റെ അരികിൽ പോയി ചോദിച്ചു, ഉമ്മ, നിങ്ങൾക്ക് ഇനി ഒരു കല്യാണം ആലോചിക്കണോ? ഒരു ഉമ്മന്റെ മനസ്സിൽ ഒരു ഭർത്താവിന്റെ തുണ വേണമെന്ന് ആഗ്രഹിച്ച വാർദ്ധക്യത്തിൽ ഉമ്മയാണെങ്കിൽ പോലും അത് നിറവേറ്റി കൊടുക്കുന്നിടത്ത് മക്കൾക്ക് ഗുണമുണ്ടെന്ന് കേട്ട അബൂ മൂസ റളിയല്ലാഹു അൻഹു ഓടി ഉമ്മനോട് ചോദിക്കും, അമ്മ, നിങ്ങൾക്ക് ഇനി വേറൊരു കല്യാണം ആലോചിക്കണോ? ഞാനിത് പറയുന്നത് അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയാ, അതിന്റെ മഹത്വം തിരിച്ചറിയാൻ വേണ്ടിയാ. ഞാനൊക്കെ പറയാറുണ്ട്, നമ്മളെ ഈ ലോകത്ത് നമുക്കുണ്ട് എന്ന് അവകാശപ്പെടാൻ ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത്, ഞാൻ ഭാര്യമാരെ കുറ്റം പറയല്ലോ, ഉമ്മയും ബാപ്പയും തന്നെയാ, ഒരിക്കലും നമ്മളെ വിട്ടുപോകാത്തവര്. ഞാൻ പറയാറുണ്ട്, ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പടച്ചോൻ പറഞ്ഞിരുന്നു, വലനുബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനക്സിൻ മിനൽ അംവാലി. അല്ലാഹു ഭയം കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുന്നു. ഈ കഴിഞ്ഞ കൊല്ലങ്ങൾക്ക് മുൻപ് വരെ ഈ ആയത്തോതി വിശദീകരിക്കുമ്പോ നമ്മളൊക്കെ പറഞ്ഞിരുന്നത്, ഭയം കൊണ്ട് അള്ളാഹു പരീക്ഷിക്ക് എങ്ങനാന്ന് ചോദിച്ചാൽ, മക്കയിൽ പ്രവാചകൻ ദഅവത്ത് നടത്തുമ്പോ രാത്രികാലത്ത് കൊല ചെയ്യപ്പെടുമോ, നമസ്കരിക്കുമ്പോൾ കഴുത്ത് വെട്ടുമോ, അല്ലെങ്കിൽ ഇമാമത്ത് നിൽക്കുമ്പോൾ കുന്തം കൊണ്ട് കുത്തുകിട്ടുമോ എന്ന ഭയമായിരുന്നു പ്രവാചകന്റെ കാലഘട്ടത്തിലെങ്കിൽ ഇന്നെന്താ ഭയം അറിയോ? അവനാന്റെ വീട്ടിലുള്ള പെണ്ണുങ്ങൾ രാവിലെ നേരം വെളുത്ത് പുറത്തുപോയി തിരിച്ചു വരുമ്പോഴേക്കും പുരയിൽ ഉണ്ടാവും എന്നുള്ളതൊക്കെ ഒരു വിശ്വാസം മാത്രമാണ്. കാരണം അത്രയേറെ അവിഹിതങ്ങളും ബന്ധങ്ങളും നാശായിക്കൊണ്ടിരിക്കുന്ന കുടുംബം. ഒരാഴ്ച മുഴുവൻ കുടുംബം നോക്കിയിട്ടും ആ കുടുംബത്തിലെ മക്കളെ വേണ്ടെന്ന് വെച്ച് ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്ന ഭാര്യമാർ, ഭർത്താക്കന്മാർ, ചോദിച്ചു നോക്കൂ, എത്ര ഭാര്യമാർക്ക് ആ ഭയപ്പാടുണ്ടെന്ന്. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി പോകുന്ന ഭർത്താക്കന്മാരോട് കാവൽ കൊടുക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഒരു പെണ്ണിന്റെ മനസ്സ് തേങ്ങുന്നത് എന്തിനാണെന്നറിയോ? ഞാനല്ലാത്തൊരു പെണ്ണിനെ അയാൾ തുടരുതേ എന്നുള്ള വിശ്വാസ. ആ വിശ്വാസത്തിൽ പ്രാർത്ഥിച്ചു പോകുമ്പോൾ അവർക്കൊരു പേടിയാ. നമ്മളെ ഫോണിൽ ഒരു ബെല്ലടിക്കുമ്പോ, നമ്മളെ ഫോണിലൊരു മെസ്സേജ് വരുമ്പോ. അപ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളെ വിട്ടുപോകില്ല എന്ന് ഉറപ്പുള്ളവര്, ഞാൻ കുറ്റം പറയല്ലോ, നമ്മളെ മാതാപിതാക്കളാ. ഞാൻ പറയാറുണ്ട്, അവരില്ല എന്നറിയുമ്പോഴാ നമുക്ക് സ്നേഹം മനസ്സിൽ വരിക. ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് ഞാനൊന്ന് പനിച്ചു കിടന്നിരുന്നു. അന്നിന്റെ വാപ്പയമ്മയും നാട്ടിലില്ല. അനിയന്റെ അടുത്ത് ഒരു ഉംറക്ക് വേണ്ടിയിട്ട് സൗദിക്ക് പോയതാ. പനിച്ചു കിടന്നപ്പോ ആദ്യത്തെ ഒരു ദിവസം കരുതി ആ പനി അങ്ങ് സുഖാവുന്നു. പക്ഷെ പിറ്റേന്നത്തേക്ക് ആ പനിയെല്ലാം കൂടി ഭയങ്കര സ്ട്രോങ് ആയി, വല്ലാതെ തല ചുറ്റി, ശ്വാസം മുട്ടി, മരിച്ചു പോകുമോ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിക്കിടക്കുന്ന സമയം ഞാൻ വീട്ടിന്റെ ഡൈനിങ് ഹാളിൽ ഇങ്ങനെ സോഫയിൽ കിടക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു നോക്കുക, ഞാൻ അങ്ങനെ കിടക്കുന്നുണ്ട് എന്നറിഞ്ഞ ആദ്യം വരുന്നത് എന്റെ വാപ്പയായിരിക്കും. എന്റെ വാപ്പ വന്നിട്ട് എൻ്റെ കൂടി, കല്ലടോ എവിടെയോ പോണോ, എന്താക്കണോ, ഓട്ടോ വിളിക്കണോ? പാപ്പാക്ക് ഒരു സ്കൂട്ടർ പോലും ഓടിക്കാൻ അറിയൂല, എന്നാലും ഓട്ടോറിക്ഷ വിളിക്കണോ, നമുക്കൊന്ന് പോയി നോക്കണം. ഞാൻ പറയും വേണ്ടാന്ന് പറഞ്ഞാലും കൊണ്ടുപോകാൻ പാപ്പ മുന്നെന്തിനുണ്ടാവും. പാപ്പാന്റെ ബേക്കലും ഉണ്ടാവും. വന്ന് നോക്കി, എനിക്ക് തേങ്ങ അരച്ച കഞ്ഞിയാണോ വേണ്ടി, കുടിക്കാൻ തോന്നുന്ന എന്താ, തൊള്ളക്ക് കയ്പുണ്ടോ? ഇതൊന്നും ചോദിക്കാൻ ഒരു മനുഷ്യനും ഇല്ല. പിന്നുള്ളത് ഒരു അനിയനാവട്ടോ ഗൾഫിലാണുള്ളത്, ആരുമില്ല. പെങ്ങളെ കെട്ടിച്ചു വിട്ടിട്ടുണ്ട്. 3ാമത്തെ ദിവസം വന്നു പറഞ്ഞു, എനിക്ക് ഉച്ച വരെ നിൽക്കാനേ ഉള്ളൂ, ഉച്ചയ്ക്ക് ശേഷം എനിക്ക് തിരിച്ചു പോകണം, അവിടെയുണ്ട് വയസ്സന്മാര് 2 ആള്. 3ാമത്തെ ദിവസം അവൾ എന്റെ കുടുംബത്തിൽ എന്റെ ഭാര്യനെ ആശ്വസിപ്പിച്ചിട്ടൊക്കെ ചെയ്തു കൊടുത്ത് തിരിച്ചു പോകുമ്പോ ഞാൻ എൻ്റെ ഓളോട് പറഞ്ഞൊരു സത്യമുണ്ട്, വന്നു നോക്കാനൊന്നും ഒരു മനുഷ്യനില്ലേ? തീർന്നു മനുഷ്യരെ ഞാനും നിങ്ങളും ഒക്കെ. വന്നു നോക്കാന് ഒരാള് നമുക്കില്ലെങ്കിൽ അതോടെ തീർന്നുണ്ടെങ്കിലും പവറൊക്കെ. പിന്നെ പൈസ കുറെ ഉണ്ടായിട്ടൊന്നും കാര്യമല്ല, നമ്മൾ പേര് കേട്ടോനാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. വന്നു നോക്കിയിട്ട് എന്താക്കണം, ഒന്ന് പോണോ അല്ലെങ്കിൽ കൊണ്ടുപോകണോ, സാരല്ല ഇനി പറ്റിപ്പോയിട്ടുണ്ടോ അല്ലെങ്കിൽ പട്ടിണിയാണോ, അങ്ങനെയൊക്കെ ഒന്ന് ചോദിക്കാൻ കുറച്ച് കുടുംബക്കാരൊക്കെ ഉള്ളതാ എന്തെങ്കിലും ബലം. ഇന്നവര് നമ്മളെ മുൻപിലേക്ക് വരാത്തതും നമ്മൾ അവരെ മുൻപിലേക്ക് പോകാത്തതും നമ്മളെ ഈഗോയാ. പക്ഷെ നമുക്ക് ഓരോന്നും പടച്ചോൻ ഓരോ ചില്ലയും വെട്ടിമാറ്റുമ്പോ അവസാനം പടച്ചോൻ അറിയിച്ചു തരും, ആ ചില്ലകളുടെ ബലം കൊണ്ടായിരുന്നു നീ ധൈര്യത്തിൽ നിന്നത് എന്ന്. ആദ്യം പടച്ചോൻ വാപ്പാനെ വെട്ടും, പിന്നെ ഉമ്മാനെ വെട്ടും, പിന്നെ ഓരോരുത്തരെയായി വെട്ടും. കഴിഞ്ഞ ദിവസം എന്റെ വാപ്പ ഒറ്റയ്ക്ക് ഇരുന്ന് കരയുമ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്തിനാ വാപ്പ നിങ്ങൾ നിലവിളിക്കുന്നതെന്ന്. വാപ്പാന്റെ കുടുംബത്തിലുള്ള വാപ്പാനത്തോളം പ്രായമുള്ള ഒരാൾ പെട്ടെന്ന് അങ്ങ് മരിച്ചു. അപ്പൊ പാപ്പ പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്കെന്ന് പറയാൻ ഇപ്പൊ അവരൊക്കെ തന്നെയുള്ളൂ. വാപ്പ ആദ്യം പോയി, ഉമ്മ പോയി, ഓളെ വാപ്പ പോയി, ഓളമ്മ പോയി, പിന്നെ എനിക്കെന്ന് പറയാനുള്ള എന്റെ 2 ഏട്ടന്മാരും
ഈ അമ്മായിമാർ കുടുംബവും ഒക്കെയാ. അതിൽ പടച്ചോൻ കയ്യച്ച് തുടങ്ങിയിട്ടുണ്ട്. ഓൻ അള്ള കൊണ്ടുപോയിക്കെങ്കിൽ ഇനി പടച്ചോൻ എന്റെ വയസ്സുമേലേക്കൊക്കെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്ന അർത്ഥം. പറയാൻ ആരുമില്ലാത്തൊരു കാലഘട്ടമാ വാർദ്ധക്യം. ഈ ഇരിക്കുന്ന ഓരോ വാപ്പാനോട് മക്കളൊന്ന് ചോദിച്ചു നോക്കി, ആരാ നിങ്ങൾക്കുള്ളത്? ആരുണ്ടാവില്ല. മക്കളെ വൽപ്പത്തരം പറയാൻ തന്നെ ഉണ്ടാവും. 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും 3 ആൺകുട്ടികളും 4 പെൺകുട്ടികളും ആ പെൺകുട്ടികളെ പേരക്കുട്ടികളും ഒക്കെ ഉള്ള ഒരു ധൈര്യത്തിൽ നിൽക്കുക. ആ ധൈര്യം നശിക്കുന്നത് എപ്പോഴാണെന്നറിയോ? അവനാന്റെ മക്കളൊന്ന് തിരിഞ്ഞു നിന്ന് 4 തർക്കുത്തരം പറഞ്ഞ് വേണ്ട പരിഗണന കിട്ടുന്നില്ല എന്നുള്ള തോന്നലുണ്ടാകുമ്പോ ഞാൻ പറയാറുണ്ട്, ശൈശവത്തിലേക്കുള്ള മടക്കമാ വാർദ്ധക്യം. അത് ഓരോ മക്കളും അറിയണം, മക്കളും തിരിച്ചറിയണം. ഈ ചെറുപ്പ കാലഘട്ടത്തിൽ നമ്മൾ മക്കളെ വാശി പറയാറില്ലേ? പലപ്പോഴും പലന്മാരും പറയാറുണ്ട്, ഭയങ്കര വാശിയാ കുട്ടിക്ക്. ഈ ക്ലാസ്സിന് വരുമ്പോ ആ ഒരു കുഞ്ഞനോ തോളത്തെടുത്തിട്ടുണ്ടാകും. ഇവിടെ എത്താറായ സമയത്ത് ഉമ്മ പറയും, അവിടെ വെച്ചിട്ട് ഇനി അങ്ങ് നടന്നോട്. ഉമ്മ ഇങ്ങനെ നടന്നു പോവും, ഓ നിന്നെടുത്ത് നനങ്ങൂല. അതോന്റെ ഒരു വാശിയാ. ഇന്നമ്മ തിരിച്ചു വന്നെടുക്കണം, എന്നിട്ട് ഉമ്മ എന്നെ കൊണ്ടുപോകണം, ഇന്നമ്മ പരിഗണിക്കണം എന്നുള്ളൊരു വാശിയാണ് ആ കുട്ടിയുടെ വാശി. ആ കുഞ്ഞനെ തിരിച്ചു പോയി എടുത്തിങ്ങനെ ഒക്കത്തെടുത്ത് കൊണ്ടുവരുമ്പോ വല്ലാത്തൊരു മോൻ തന്നെ കേട്ടോ, എന്തൊരു വാശിയായിന് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അതേ വാശിയിലേക്ക് മാതാപിതാക്കൾ എത്തും. അത് വാശിയല്ല, പരിഗണിക്കപ്പെടണം എന്നുള്ള ഒരു തോന്നലിൽ ഉണ്ടാകുന്ന പേടിയാ. എന്റെ മക്കൾക്ക് ഞാൻ വേണ്ടാതാകുന്നുണ്ടോ, അവർക്ക് ഞാനൊരു ബാധ്യതയാകുന്നുണ്ടോ എന്ന ഭയപ്പാടിൽ നിന്നുണ്ടാകുന്ന വലിയൊരു പേടിയാണ് അവരുടെ വാർദ്ധക്യത്തിലുള്ള വാശി. അതങ്ങനെ അങ്ങ് തിരിച്ചു മനസ്സിലാക്കിയാൽ മതി. ഓരോരുത്തരും കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ പറയും ഭയങ്കര വർത്താനാണ്, വാപ്പയായാലും ഉമ്മയായാലും വെറുപ്പിച്ചുകൊണ്ടിരിക്കും. ഞാൻ പറയും, നാളെ മരിച്ചു കഴിഞ്ഞതിന് ശേഷം അവരെ ഓർത്ത് കരയുന്നതാണോ നല്ലത്, അല്ലെ ജീവിച്ചിരിക്കുമ്പം ക്ഷമിക്കുന്നതാണോ നല്ലത്? ഇന്ന് ചില മക്കളുണ്ട്, മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ ഓർത്തോർത്ത് കരയും. ഞാൻ അങ്ങനെ പറഞ്ഞു പോയി, ഇങ്ങനെ ചെയ്തു പോയി, അന്നിപ്പം കാണാൻ പറഞ്ഞിരുന്നു, അന്ന് ഞാൻ അങ്ങ് പറഞ്ഞു പോയതാ. ഇത് മരിച്ചു കഴിഞ്ഞിട്ട് ഒരാളെ, ഇപ്പൊ മരുമക്കളോടും കൂടിയാ ഞാൻ പറയണത്. ചില ഉമ്മാരോടൊക്കെ മനസ്സിൽ നല്ല ദേഷ്യം ഉണ്ടാവും. അപ്പൊ ക്ഷമിക്കാനും സ്നേഹിക്കാനും പറ്റുന്നില്ല എന്ന് പറയുമ്പം നമ്മൾ പറയുന്ന ഒരു വാക്കെന്താന്ന് ചോദിച്ചാൽ, അവര് മരിച്ചു കിടക്കുമ്പോ ആ മയ്യത്തിന്റെ മുഖം നോക്കിയിട്ട് പടച്ചോനെ എനിക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ഈ ഉമ്മാക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലൊരു ആശ്വാസം തോന്നുന്നുണ്ടെങ്കിൽ ആ ആശ്വാസം മരിക്കുന്നത് വരെ നിങ്ങൾക്കൊരു ധൈര്യമായിരിക്കും. പകരം ആ അമ്മാനെ തട്ടിത്തെറിപ്പിച്ച് ആ മോനെ ഉമ്മാക്കെതിരാക്കി ആ അമ്മാന്റെ മടിയിൽ നിന്ന് മോനെ പറിച്ചു കൊണ്ടുവന്ന് ആ ഉമ്മാനെ കാണാൻ ആഗ്രഹം പറയുമ്പോ പോലും കൊടുക്കാതെ ആ അമ്മാനെ നോക്കാൻ നിങ്ങൾ പ്രേരിപ്പിക്കാതെ, നിങ്ങളുടെ ഉമ്മയാണെങ്കിൽ നിങ്ങൾ കൂട്ടിക്കൊണ്ടുവന്നോളൂ ഞാൻ ഉണ്ടാകും എന്ന് പറയാൻ പഠിച്ചൊരു ഉമ്മയാണെങ്കിൽ നാളെ സ്വന്തം മക്കള് തിരിഞ്ഞു നിൽക്കുമ്പോ കട്ടുമക്കൾ നിങ്ങൾ കരയും. ഈ 2 ചിന്ത കൊണ്ടുണ്ടാകുന്ന വ്യത്യാസമാണ്. ആ ചിന്ത ഒരു മാതാവിനുണ്ടോ മക്കൾക്കുണ്ടോ ഒരു കുടുംബവും സങ്കടപ്പെടൂല, ഒരു മാതാപിതാക്കളും അവഗണിക്കപ്പെടൂല. നാളെ മറ്റന്നാൾ പടച്ചോന്റെ അടുത്തേക്ക് അവർ മടങ്ങിപ്പോയാലും അള്ളാന്റെ മുൻപിൽ നിർത്തി ചോദിക്കുമ്പോ നല്ല നിലക്ക് ഞാൻ അവരെ പരിഗണിച്ചു എന്ന ഒരു വാക്കോടുകൂടി ആ ഒരു ചിന്തയോടുകൂടി നമുക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ പറ്റും. ജീവിച്ചിരിക്കുമ്പോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പള്ളിയിൽ, എൻ്റെ ഒരു അധ്യാപകൻ തന്നെയാണ്, ഒരു പള്ളിയിൽ ദുഹർ നിസ്കരിച്ചിരിക്കുന്ന സമയത്ത് ഓനൊരു ഫോട്ടോ നോക്കി ഇങ്ങനെ കരയാ. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, ആരുടെ ഫോട്ടോ? നോക്കുമ്പോൾ മുൻവശത്തുള്ള ഈ ഒരു 5-8 പല്ലു മാത്രമേ ഉള്ളൂ, ഒരു തലേക്കെട്ടൊക്കെ കെട്ടി ഒരു തുണിയൊക്കെ ഉടുത്ത് ഒരു ചുവന്ന കസേരയിൽ ഒരു കല്യാണപ്പുരയിൽ ഒരു പായസം കാക്ക ഇങ്ങനെ ചിരിച്ച് നിൽക്കുക. അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് ചുക്കിച്ചുളിഞ്ഞ് എല്ലും തോലുമായിട്ട് ഒരു പർദ്ദട്ടിട്ട് ഒരു ഉമ്മ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. 2 ആളും കൂടി എന്തോ തമാശ പറഞ്ഞ് ചിരിക്കങ്ങാനാ. ആ ഫോട്ടോ ആണത്. അപ്പോ ആ ഫോട്ടോ നോക്കിയിട്ട് പറയാ, 7 കൊല്ലങ്ങൾക്ക് മുൻപ് പെങ്ങളെ കുട്ടീന്റെ കല്യാണത്തിന്റെ അന്ന് എടുത്ത എന്റെ വാപ്പന്റെയും എന്റെയും ഫോട്ടോ. അത് കാണുമ്പോഴേക്കും ഇപ്പൊ എനിക്ക് പെടച്ചിൽ വരും നെഞ്ചിന്റെ ഉള്ളില്. ഒന്ന് ആലോചിച്ച് നോക്കി മക്കളെ, മരിച്ചു കഴിഞ്ഞിട്ട് ആ വാപ്പന്റെയും എന്റെയും ഫോട്ടോ ഒക്കെ ഒന്ന് കാണുന്നത്, മരിച്ചു കഴിഞ്ഞിട്ട് അവരുടെ ആ നിമിഷങ്ങളെ പറ്റിയൊക്കെ ഒന്ന് ഓർക്കുന്നത്, ആ ഓർമ്മകളിൽ നെഞ്ചിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു പെടച്ചിലുണ്ടല്ലോ, ആ പെടഞ്ഞ മനസ്സുമായിട്ട് ജീവിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. എന്നാൽ അതൊന്നുമില്ലാതെ ഏറ്റവും മനോഹരമായി നല്ല നിലക്ക് മാതാപിതാക്കളെ പരിഗണിച്ച് ഭൂമിയോളം ക്ഷമിച്ച് ഉമ്മന്റെയും വാപ്പന്റെയും ബർക്കത്തോട് കൂടിയിട്ട് തിരിച്ചു പോകുന്ന മക്കളുണ്ട്, തിരിച്ചു പോകുന്ന മാതാപിതാക്കളുണ്ട്. ഒരു മകൻ പറഞ്ഞിട്ടില്ലേ, എന്റെ ഏറ്റവും വലിയ എക്സസൈസ് വാപ്പാനെ കുളിപ്പിക്കലും വാപ്പാനെ ബാത്റൂമിൽ കൊണ്ടുപോലുമാണ്. രാവിലെ എഴുന്നേറ്റ് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എന്റെ പണിക്ക് പോകാറുള്ളത്. ഉച്ചക്കിന്റെ ഭാര്യ എന്തെങ്കിലുമൊക്കെ ആക്കും, വൈകുന്നേരം തിരിച്ചു വന്നാൽ ഞാൻ ഒന്നും കൂടി കുളിപ്പിക്കും. അതിനേക്കാളും വലിയൊരു എക്സസൈസ് പടച്ചോൻ എനിക്കിനി തരാനില്ല എന്ന്.
ഓൻ അതിനെ ഒരു പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നതെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടതും അങ്ങനെയൊക്കെ തന്നെയാണ്. ഒരുപാട് മുസ്ലിം കുടുംബങ്ങളിൽ ഞാൻ പറയാറുണ്ട്, വൃദ്ധസദനം ഉണ്ടാക്കാൻ പറ്റാത്തതുകൊണ്ട് സബൂറാക്കി നിൽക്കുക മുസ്ലിം കുടുംബങ്ങളിലെ പലരും. ഇപ്പൊ പേര് മാറി പലതും വരുന്നുണ്ട്. അഗതി മന്ദിരം, അനാഥ മന്ദിരം, ഓൾഡ് ഏജ് ഹോം, അത്താണി. ഇതിലൊക്കെ ആരാള്? മക്കൾക്ക് വേണ്ടാത്ത വാപ്പയിന്മയും, ഒരായുസ് മുഴുവൻ മക്കൾക്ക് വേണ്ടി നെഞ്ചുപൊട്ടി ജീവിച്ച വാപ്പയിന്മയും. ഓരോരുത്തരും അധ്വാനിക്കുന്ന അധ്വാനത്തിന്റെ വിലയറിയണേ. ഒരു 5 മിനിറ്റ് ഒരു വാപ്പ അധ്വാനിക്കുന്ന അധ്വാനത്തിലേക്ക് നോക്കി നിന്നാ മതി. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇങ്ങോട്ട് വരുമ്പം ആ ഒരു റെയിൽവേയില് ട്രെയിനില് ചെറിയ പെന്നുമായിട്ട് 20 ഉറുപ്പ്യന്റെ പെന്നുമായിട്ട് വായിട്ടലച്ചിട്ട് ഒരു വൃദ്ധം നടക്കുന്നുണ്ട്. നീങ്ങാത്ത കാല് വലിച്ചയച്ചിട്ട് ആ ചെറുപ്പക്കാരൻ നടന്നു പോകുമ്പോ രാവിലെ കയറിയിട്ട് വൈകുന്നേരം തിരിച്ചുള്ള ആ ഒരു തീവണ്ടിയിൽ അവന്റെ നാട്ടിലെത്തുമ്പോ എത്ര പെണ്ണ് കച്ചവടമാകുന്ന ഒരു ഉറപ്പില്ല. എന്നാലും അവനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ചിന്ത എന്താണെന്നറിയോ? ഓന്റെ മക്കളാ, ഓന്റെ കുടുംബ. ആ ആണിനെ അറിയാം പെണ്ണിനും, പെണ്ണിനെ അറിയാൻ ആണിനും, വാപ്പാനെ ഇമ്മനെ അറിയാൻ മക്കൾക്കും പറ്റിയിട്ടില്ല. പിന്നെ എന്ത് നിസ്കാരം മനുഷ്യരെ? നാട്ടിൽ ഏത് ഖുർആൻ ക്ലാസ്സിൽ നിങ്ങൾ പോയിട്ട് എന്താ കാര്യം? എത്ര ഹജ്ജ് ചെയ്തിട്ട് എന്താ കാര്യം? സ്വന്തം മാതാപിതാക്കളുടെ മനസ്സ് തിരിച്ചറിയാൻ പറ്റാത്തവന്റെ ഹജ്ജൊന്നും പടച്ചോന് വേണ്ട. നമ്മൾ വിചാരിക്കേണ്ട പടച്ചോനുള്ളത് കഅബാലയത്തിലാ, അള്ളള്ളത് പള്ളിയിലാന്നുള്ളതല്ല. അള്ളള്ളത് ഉമ്മാന്റെ കണ്ണീരിലാ, പടച്ചോനുള്ളത് വാപ്പാന്റെ ശ്വാസത്തിലാ. ഓരോ ശ്വാസത്തിന്റെ മിടിപ്പിലും മക്കൾ എന്ന വേദനയോടെ ജീവിച്ചു തീർക്കുന്ന ഒരു വാപ്പാന്റെ മിടിപ്പിൽ അള്ളണ്ട്. അങ്ങനെ നോക്കാൻ പറ്റണം. പടച്ചോനോട് അതിനുവേണ്ടി ക്ഷമ ചോദിക്കണം, കാവല് ചോദിക്കണം. ഇത് കേൾക്കുമ്പോ ചില രക്ഷിതാക്കൾക്ക് തോന്നുന്നില്ലേ, അള്ളാഹു തന്നെ പറഞ്ഞൊരു വാക്കുണ്ട് തിരുദൂതനിലൂടെ, ഹുമാ ജന്നത്തുക വനാറുക, നിന്റെ സ്വർഗവും അവരാണ്, നിന്റെ നരകവും അവരാണ്. ദുനിയാവിൽ ഏറ്റവും അള്ളാഹ് വേഗത്ത് കണക്ക് നോക്കുന്നത് അസ്റഉൽ അദാബ, വേഗം കിട്ടുന്ന ശിക്ഷ ഏതാണെന്നറിയോ? ഹുഖൂഖൽ ഉമ്മഹാത്ത്, സ്വന്തം ഉമ്മാനെയും ബാപ്പാനെയും സങ്കടപ്പെടുത്തിയാല, അവരെ മനസ്സ് വേദനിപ്പിച്ചാല, ഒരു കാരണവുമില്ലാതെ അവരെ ദ്രോഹിച്ചാല. അതുകൊണ്ട് അവരില്ലാത്ത ഈ ദുനിയാവിൽ നിന്ന് അവർ യാത്രയാകുന്നതിന്റെ മുൻപേ അവർക്ക് ചെയ്തു കൊടുക്കേണ്ട എല്ലാ നന്മകളും നമ്മളെ ജീവിതത്തിലേക്ക് നമ്മൾ ചേർത്ത് നിർത്തണം. ഇത് കേൾക്കുമ്പോൾ ചില രക്ഷിതാക്കൾക്ക് തോന്നും മാതാപിതാക്കൾക്ക് മാത്രമേ ഉള്ളൂ എന്ന്. അല്ല, മാതാപിതാക്കൾക്ക് മക്കളോടും ചില കടമകളുണ്ട്. മരുമക്കളോടും സ്നേഹം കാണിക്കണം, പെരുമാറ്റത്തിൽ നന്മയുണ്ടാക്കണം. നല്ല നിലക്ക് ആ കുടുംബം കൊണ്ടടക്കാൻ വേണ്ടിയിട്ട് എവിടെയൊക്കെയാണോ ക്ഷമിക്കേണ്ടത്, സംസാരിക്കാൻ പാടില്ലാത്തത് അവിടെ മിണ്ടാതിരിക്കണം. ഇന്ന് പൊതുവെയുള്ള കുടുംബത്തിന്റെ പ്രശ്നം എന്താന്ന് ചോദിച്ചാൽ, ഉമ്മാന്റെയും വാപ്പാന്റെയും ചില വാക്കും ചില കുറ്റപ്പെടുത്തലും ചില പ്രയാസങ്ങളും ഒക്കെ കേൾക്കുമ്പോ ചില പെൺമക്കള് ഭർത്താക്കന്മാരോട് പറയും അല്ലെ, ചില പെൺമക്കള് പിയാപ്പനെ വിളിച്ചിട്ട് പറയും, ദാ നിങ്ങൾ അമ്മാനോടെ അങ്ങനത്തെ വാക്കിനെ ഉപയോഗിക്കരുത് എന്ന് പറയണം കേട്ടോ. ഞാനൊക്കെ ചിന്തിക്കാറുണ്ട്, ആൾക്കാർ വേഗം കുറ്റപ്പെടുത്താൻ ഉപയോഗിക്കുന്ന വാക്ക് ഏതാണെന്നറിയോ? സാമ്പത്തികല്ലായ്മ. കെട്ടാൻ നേരത്ത് പറയാ നാട്ടുകാരോട് ഒരു സാധുവിനെ കെട്ടണം എന്നാണ് വിചാരം. അതെന്നെ ഉദ്ദേശം വേറെ ആയിരിക്കും. ഒരു സാധുവിനെ കെട്ടിയ ഓളങ്ങ് പൊരവെക്കല്ലോ എന്നുള്ള ചിന്തയാണ്. അമ്മയ്യത്തിലാണ് സാധുവിനെ കെട്ടിക്കുന്നതെങ്കിൽ കെട്ടിക്കാൻ പോലും പാടില്ല. ഉമ്മാനെയും ബാപ്പാനെയും നോക്കാം, മൂത്ത 4 മക്കളും ഗൾഫിലാ, മരിയക്കളും ഗൾഫിലാ, ഒരു പെണ്ണുങ്ങളെയും കൊണ്ടുപോയതാ. അപ്പൊ നാട്ടിൽ ബാപ്പന്റെ അമ്മേന്റെ അടുത്താരാ? ഇളയോന്റെ ഓള്. അപ്പൊ ഇളയോന്റെ ഓക്ക് പോകണ്ടേ? അല്ല, ഓള് ആ കൈക്കോട്ടെത്തുന്ന അമ്മേന്റെ മോളാ. ആൾ ഒന്നിന് അങ്ങനെ അങ്ങ് കെട്ടിച്ചതാ, എന്നാ പിന്നെ പൊരയിലുണ്ടാവുമല്ലോ. ഈ നിലക്ക് കെട്ടിച്ചിട്ട് മരിയക്കൾക്ക് വേണ്ടിയിട്ട് കുടുംബത്തിൽ ഒരാളെ വേർതിരിക്കുന്ന സ്വഭാവം. ഇതേപോലെ തന്നെ എന്തെങ്കിലും പോരായ്മ ഉണ്ടാകുമ്പോ ചില വാക്കുകളൊക്കെ അമ്മാരെ സൂക്ഷിക്കണം. നമ്മളെ പെൺകുട്ടികൾ വേറൊരു വീട്ടിൽ ചെന്നിട്ട് ആ അമ്മാന്റെ വാക്ക് കേട്ട് കരയുന്നത് എത്ര വേദനയാണോ അത് വേണ്ട. ഒരാളെ വാക്ക് കേട്ട് നമ്മളെ മനസ്സ് മുറിയുന്നത് എത്ര വലിയ മുറിവാണോ അത് ഇന്റെ നാവുകൊണ്ട് ഇന്റെ മരോക്ക് ഉണ്ടാവരുത് എന്നൊരു ഉമ്മ ചിന്തിച്ച ആ അമ്മാനെ മരോള് സ്വർഗം പോലെ കൊണ്ടുനടക്കും. അള്ളാഹു സാക്ഷി. ഇങ്ങനെ എന്തെങ്കിലും കുറ്റപ്പെടുത്തലും ഓളെ വീട്ടുകാരെ പറയലും ഓളെ ആങ്ങളനെ പറയലും മാമൂലിന്റെ കുറ്റം പറയലും ഒക്കെ ഉണ്ടാകുമ്പോൾ ചില പെൺകുട്ടികളെങ്കിലും പിയാപ്പിളാരോട് പറയും, നിങ്ങളൊന്നും ഉമ്മാനോട് പറയും, അങ്ങനെയൊന്നും പറയല്ല. ഉമ്മാക്ക് എന്തേലും പറയാനുണ്ട് എന്നോട് പറഞ്ഞോട്ടെ, എന്തിനാ അപ്പുറത്തെ വീട്ടിൽ പോയി പറയണ്? അതൊക്കെ വലിയ സങ്കട. അവനാന്റെ കുറ്റം അല്ലെങ്കിൽ മറ്റൊരാളെ കുറ്റം വേറൊരു പുരയിൽ പോയി പറയാ. ഈ വീട്ടിലുള്ള മരോളെ കുറ്റം 4 വീട് അപ്പുറം പോയിട്ട് പറയാ. അത് നിങ്ങൾ പറയണ്ടെന്നൊന്ന് പറയണേ എന്ന് പറഞ്ഞ് പിയാപ്പിളെല്ലാം കൂടി എങ്ങനെങ്കിലും ഒക്കെ ഒന്ന് ഉമ്മാനോടൊരു ആ വിഷയം ഒന്ന് അവതരിപ്പിക്കും. ചില വീട്ടിലൊക്കെ ഉണ്ടാവുന്നതാ, ഉമ്മ നിങ്ങൾ അങ്ങനെയൊന്നും ഓളെ പറ്റി പറയരുത് കേട്ടോ, നിങ്ങൾ ഓളെ നല്ലോണം നിലക്കൊന്ന് പെരുമാറണം, സ്വഭാവം കാണിക്കണം എന്നൊക്കെ കേൾക്കുമ്പം അമ്മ നേരെ വന്ന് മരോളോട് വയ്ക്കും, ജി ഞങ്ങളെ തെറ്റിക്കാൻ വന്ന, ജി ഞങ്ങളുടെ ഇടയിൽ പ്രശ്നം ഉണ്ടാക്കാൻ വന്ന, ജി ഞങ്ങളെ തമ്മിൽ എന്റെ മോൻ എൻ്റെ അടുത്ത് നടത്തി കൊണ്ടുപോകാൻ വന്ന.
ഈ വന്ന കാലം മുതൽക്ക് എന്റെ സ്വഭാവം അങ്ങനെയാ എന്ന് പറയല്ല ചെയ്യേണ്ടത്. ഒരു നല്ല മാതാവിന്റെ ലക്ഷണം എന്താന്ന് ചോദിച്ചാ, എന്റെ മകള് മറ്റൊരു വീട്ടിൽ പോയി കുറ്റപ്പെടുത്തൽ കേൾക്കുന്നത് എത്ര എനിക്ക് വേദന ഉണ്ടാക്കുമോ അതുപോലെ എന്റെ വീട്ടിൽ കയറി വന്ന മരുവളോട് ഒരിക്കലും ഞാൻ പെരുമാറാൻ പാടില്ല. അവളെ അള്ളാഹുവിന്റെ സ്വർഗത്തിലെത്തിക്കാൻ പടച്ചോൻ എന്നെ ഏൽപ്പിച്ചതാണ് ചിന്തിക്കണം. ആ ചിന്ത ഒരു ഉമ്മാക്കുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ചില ആൺകുട്ടികളോട് പറയാറുണ്ട് ഉമ്മാര്. ഈ അടുത്ത ദിവസം ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞതാ, ഞാൻ കുടുംബം ഒന്ന് നന്നാവട്ടെ എന്ന് കരുതിയിട്ട് വാപ്പാനോട് പറഞ്ഞു, വാപ്പേ നിങ്ങൾ അങ്ങനെ ഒന്നും പറയല്ലേ, കുടുംബക്കാരുടെ ഇടയിലൊക്കെ വെച്ച് താഴ്ത്തി കെട്ടി സംസാരിക്കല്ലേ, അഭിമാനം ആർക്കും വലുതല്ലേ. ഇന്നെല്ലാവർക്കും ഉള്ള ഒരു സ്വഭാവമാണ് അഭിമാനം ചെറുതാക്കി സംസാരിക്കുക. നമ്മളെക്കാളും കുറച്ച് താഴാന്ന് തോന്നിയാൽ മതി, സ്റ്റാറ്റസ് കുറച്ച് സംസാരിക്കുക. ഒരു താന്ന നിലക്കുള്ള ഒരു വർത്താനം, ഒരങ്ങനത്തെ ഒരു വലിങ്ങനത്തെ ഒരു എന്നുള്ളൊരു വർത്താനം. അവസാനത്തെ പ്രസംഗത്തിൽ പോലും അള്ളാഹുവിന്റെ ഹബീബ് ഓർമ്മപ്പെടുത്തിയത് ഒരാളുടെ അഭിമാനവും നിങ്ങൾ പ്രയാസപ്പെടുത്തരുത് എന്നാ. അപ്പം വാപ്പനോട് ആ മോനൊന്ന് പറഞ്ഞു, വാപ്പ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെയൊക്കെ ഒന്ന് നോക്കണം, ഇതൊന്ന് കുടുംബം നേരെയായി പോകാനാണ് എന്ന് പറഞ്ഞപ്പോഴേക്കും വാപ്പ തിരിച്ചു പറഞ്ഞ ആദ്യത്തെ മറുപടി, അല്ലെങ്കിലും എനിക്ക് അറിയടാ ഇങ്ങൊരു പെൺബോന്തനാണ്, ഈ ഓള സാരിന്റെ തുമ്പുമല, ഈ ഓള പാവാടമല, ഈ ഓള വാക്കും കേട്ട് നടന്നോ എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കരുത്. പരസ്പരം കല്യാണം കഴിപ്പിച്ചതിന്റെ കണക്ക് പോലും നിങ്ങൾ പരസ്പരം പറയരുത്. എന്നെ ഞാൻ എൻ്റെ മോനെ കൊണ്ട് കെട്ടിച്ചതാണ്, ഞാൻ മൂളിയതുകൊണ്ടാ എന്നെ കെട്ടിയത്, ഞാൻ വേണമെന്ന് പറഞ്ഞതുകൊണ്ടാ ഓനെ തന്നെ ഉറപ്പിച്ച് അല്ല. നമ്മൾ ഓരോരുത്തരുടെ വാര്യലിലും പടച്ചോനെ എഴുതി വെച്ചതാ. അതാണ് നമ്മൾ എത്തും. ഞാൻ തമാശക്ക് പറയാറുണ്ട്, ചില പിയാപ്പാര് പെണ്ണുങ്ങളോട് പറയും, ഞാൻ എന്നെ കാണാൻ വരുന്നതിന്റെ മുൻപേ പെരുങ്ങത്തൂർ ഒരുത്തീനെ കണ്ടീനും പടച്ചാൻ വരാൻ അതെന്നാ മതിയേനും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. ഓന്റെ വാര്യലിൽ അള്ള എഴുതി വെച്ചത് അവളെ വാര്യലിൽ അവനാ, അത് അവിടെ തന്നെ എത്തും. അതിനേക്കാളും നല്ലതെന്തോ അപ്പുറത്തുണ്ടായിരുന്നു എന്നുള്ളത് ശൈത്താന്റെ ചിന്തയാ. ഇതിലും നല്ലതെന്തോ എനിക്ക് വേറെ കിട്ടായിരുന്നു എന്നുള്ളത് ശൈത്താന്റെ ചിന്തയാ. അവിടെ പടച്ച റബ്ബ് എനിക്ക് തൃപ്തിപ്പെട്ട് തന്നത് അവളാണെങ്കിൽ അവളിലൂടെ എനിക്ക് അള്ളാന്റെ സ്വർഗം വേണം. ഒരിക്കലും ദുനിയാവില് പണത്തിന്റെയോ തറവാടിത്തത്തിന്റെയോ പദവിയുടെയോ പേരിൽ കുടുംബത്തിന്റെ ഇടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. നമ്മളെ വീട്ടിലേക്ക് കയറി വന്ന ഒരു കുടുംബം, അള്ളാഹുവിന്റെ ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചല്ലോ, നിന്റെ ഭാര്യ, ആ ഭാര്യയുടെ വാപ്പ ഉമ്മ നിന്റെ വാപ്പാക്കുമ്മാക്ക് സമ. ഇനി നിന്റെ പെണ്ണിനെങ്ങി തൊലാക്ക് ചെല്ലിന്ന് കരുതിക്കോ, എന്നാൽ പോലും നിന്റെ പെണ്ണിന്റെ ഉമ്മാനെ കെട്ടാൻ എനിക്ക് അവകാശമില്ല, എന്റെ ഉമ്മാക്ക് സമാനത്. നിന്റെ മക്കളെ, നിന്റെ കുടുംബത്തെ, നിന്റെ രക്ഷിതാക്കളെ നീ അള്ളാന്റെ സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി പണിയെടുക്കണം. മദീനത്തെ പള്ളിയിൽ അള്ളാന്റെ ഹബീബ ആയത്തോതുമ്പോ സഹാബാക്കൾ ബോധം കെട്ടുകയും, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹാ അന്നാസു വൽ ഹിജാറ അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, 5 വക്ത് നിസ്കരിക്കുന്ന മുസ്ലിമേ, ഒരു ജാറത്തിങ്കലും പോകാത്ത മുസൽമാനെ, ഒരു മക്ബറയും മൂടാത്ത മുസ്ലിമേ, ഇന്ന് വരെ മന്ത്രി ചൂതിക്കെട്ടാൻ കൈനീട്ടിക്കൊടുക്കാത്ത മുസ്ലിമേ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നീ നിന്നെ മാത്രം രക്ഷപ്പെടുത്തിയാ പോരാ, ഞാൻ ഖുർആൻ ഓതുന്നുണ്ട്, പോരാ നിന്റെ മക്കൾ ഓതുന്നുണ്ടെന്ന് നീ ഉറപ്പുവരുത്തണം. നീ നോമ്പ് നോൽക്കുന്നുണ്ട്, പോരാ നിന്റെ മക്കൾ നോമ്പ് നോൽക്കുന്നുണ്ടെന്ന് നീ ഉറപ്പുവരുത്തണം. നീ ജമാഅത്തിന് പോകുന്നുണ്ട്, നിന്റെ മക്കൾ പോകുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം. നീ നല്ല സ്വഭാവം കാണിക്കുന്നുണ്ട്, നിന്റെ മക്കൾക്ക് നല്ല സ്വഭാവം ഉണ്ടാവോ എന്ന് നീ ചിന്തിക്കണം. ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നീ നിന്നെ മാത്രം രക്ഷപ്പെടുത്തിയാൽ പോരാ, നിന്റെ കുടുംബത്തെ, നിന്റെ മക്കളെ, നിന്റെ പേരക്കുട്ടികളെ, നിന്റെ ഭാര്യയെ, നിന്റെ ഭർത്താവിനെ, നിന്റെ ബന്ധങ്ങൾ ഓരോരുത്തരെയും അള്ളാഹുവിന്റെ മഹ്ശറാ ലോകത്ത് വെച്ച് സ്വർഗത്തിന്റെ അവകാശികളാക്കി മാറ്റണം. അലൈഹാ മലായികത്തുൻ ഗിലാദുൻ ശിദാദുൻ ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. ഈ ദുനിയാവിൽ ഒരു വാപ്പാന്റെ കരച്ചിലിന് ഒരു മകനെ രക്ഷപ്പെടുത്താൻ പറ്റിയേക്കാം, ഒരു ഉമ്മാന്റെ വാവിട്ട നിലവിളിക്ക് മക്കളെ രക്ഷപ്പെടുത്താൻ പറ്റിയേക്കാം. പക്ഷേ ദുനിയാവ് അള്ളാന്റെ കോടതിയിലെത്തിയാൽ ആ കോടതി പടച്ച റബ്ബിന്റെ കയ്യിലാ. മാലികി യൗമിദ്ദീൻ, മാലികി യൗമിദ്ദീൻ, ആ ലോകം റബ്ബിന്റെതാ. അന്നവിടെ ഒരു വാപ്പാന്റെ കരച്ചിലിനും ഒരു ഉമ്മാന്റെ കരച്ചിലിനും, ഒരു വാപ്പാന്റെ കുറ്റബോധത്തിനും ഒരു ഉമ്മാന്റെ നെഞ്ചുപടഞ്ഞ കരച്ചിലിനും ഒരു ഉമ്മാന്റെ സങ്കടത്തിനും ഒരു പരിഗണനയും കൊടുക്കാത്ത റബ്ബിന്റെ നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങളുടെ മക്കളെ, നിങ്ങൾക്ക് നിങ്ങളെ രക്ഷപ്പെടുത്താൻ പറ്റണോ?
അഫ്ശുസ്സലാം, പരസ്പരം സ്നേഹിക്കണേ. ഇല്ലാമൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം, പാപങ്ങളില്ലാത്ത, പകയില്ലാത്ത, വെറുപ്പില്ലാത്ത, അഹന്തയില്ലാത്ത, പൊങ്ങച്ചമോ പുച്ഛമോ ബാധിക്കാത്ത, കുശുമ്പോ കുന്നായ്മയോ ഇല്ലാത്ത, കളവോ ചതിയോ ഇല്ലാത്ത, വഞ്ചനയോ ഇല്ലാത്ത, കറകളഞ്ഞ തെളിഞ്ഞ മനസ്സുമായി ആ വെള്ളത്തുണിയിൽ നിങ്ങൾക്ക് അല്ലാഹനെ കണ്ടുമുട്ടാൻ സാധിച്ചാൽ അല്ലാഹു നിങ്ങളോട് പറയും, യാ അയ്യത്തുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാളിയതൻ മർളിയാ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഈ ദുനിയാവിലെ 10-60 കൊല്ലം അല്ലാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി, റബ്ബിന്റെ സ്നേഹത്തിന് വേണ്ടി പരസ്പരം സ്നേഹിച്ചവരെ, പരസ്പരം കാരുണ്യം കാണിച്ചവരെ, മണ്ണോളം ഭൂമിയോളം ക്ഷമിച്ചവരെ, കറുപ്പ് വെളുപ്പ് കാണിക്കാത്തവരെ, തറവാട് പോരിശ പറയാത്തവരെ അള്ളാഹുവിന്റെ മുൻപിൽ അള്ളാഹു നിങ്ങൾക്ക് തൃപ്തി നൽകിയിരിക്കുന്നു എന്ന് പടച്ചോൻ കൂട്ടിക്കൊണ്ടു. അതിൽ പെടണമെങ്കിൽ ഈ പറഞ്ഞ ബന്ധങ്ങളെയും കുടുംബങ്ങളെയും നെഞ്ചോട് ചേർക്കാൻ നമുക്ക് പറ്റണം. ഏത് കാര്യങ്ങളില്ലെങ്കിലും അല്ലേ, എല്ലാ വ്യാഴാഴ്ചകളിലും അടിമകളുടെ ഇബാദത്ത് അള്ളാഹു അങ്ങ് കൊണ്ടുപോകുന്ന, വ്യാഴാഴ്ച ഇശാ നമസ്കാര ശേഷം മലക്കുകൾ വരും, ആ ആഴ്ച അടിമ ചെയ്തതൊക്കെ എടുത്തിട്ട് അള്ളാന്റെ അരികിലേക്ക് പോകും. ഇത് കേട്ടപ്പോ സഹാബാക്കൾ ചോദിച്ചു, റസൂലേ, എല്ലാവരും പടച്ചോൻ കൊണ്ടുപോകുമോ? റസൂലുള്ള പറഞ്ഞു, ഇല്ലാ ഷാഹിനൻ ഇല്ലാ മുഷാഹിനൻ, ബന്ധം മുറിച്ച് ജീവിക്കുന്നവന്റേത് അവനെ വിട്ടുകടക്കൂല. ബന്ധം മുറിച്ച് ജീവിക്കുന്നവന്റേത് വിട്ടുകടക്കൂല. അത് അവനെ തൊട്ട് വിട്ടുകിടക്കണേ, അവൻ അറ്റ ബന്ധം ചേർക്കാൻ ശ്രമിക്കണം. ഈ പറഞ്ഞതിന്റെ അർത്ഥം, നമ്മളെ എല്ലാ വശത്തു കൂടെയും തെറി പറഞ്ഞിട്ടും കുറ്റപ്പെടുത്തിയിട്ടും നമ്മൾ തിരിച്ചൊന്നും ചെയ്തിട്ടില്ലെങ്കിലും പാര പണിഞ്ഞ് നടക്കുന്നവരോട് അങ്ങോട്ട് ചെന്ന് കൈ പിടിച്ച് സലാം പറയണം എന്നല്ല. ആ പറഞ്ഞതിന്റെ ഉദ്ദേശവും അങ്ങനെയല്ല. നമുക്ക് ക്ഷമിക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും പറ്റുന്ന ദുനിയാവിലെ ചെറിയ വിഷയങ്ങളാണെങ്കിൽ അത് വിട്ടുകൊടുക്കണം എന്നാണ്. നമ്മളെ പറ്റി ആരോ എന്തോ പറഞ്ഞു നടക്കുന്നുണ്ട്, ഓൻ അതൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മളെ പറ്റി എന്തൊക്കെയോ പാര പണിയുന്നുണ്ട്, പക്ഷെ നമ്മൾ അത് അള്ളാനെ ഏൽപ്പിച്ചേച്ചാൽ മതി. അപ്പൊ എനിക്ക് ഓന്റെ മുഖത്തേക്ക് നോക്കാൻ പറ്റുന്നില്ല നബിയെ. ഉസബ്ബിജുക, ഞങ്ങൾ തമ്മിൽ കല്യാണം കഴിക്കുന്നതും എന്റെ മോളെ എനക്ക് തരുന്നതും ഈ ഓളെ സ്വീകരിക്കുന്നതും എന്റെ മുതല് കണ്ടിട്ടോ ഓളെ സൗന്ദര്യം കണ്ടിട്ടോ ഓന്റെ സ്റ്റൈല് കണ്ടിട്ടോ ആവരുത്. അലാമ അമർ അല്ലാഹ്, അള്ളാഹു ഏൽപ്പിച്ചു തന്നതാ. ഒരു പേമാരിയിൽ, കുത്തിയൊലിക്കുന്ന ഒരു മഴയിൽ, ഒരു കൊടന്റെ കീഴിൽ തന്റെ ഭാര്യ ഭർത്താക്കൾ ഒരാണും പെണ്ണും ജീവിക്കുന്നതാണ് ദാമ്പത്യം. അവള് നനയാതെ നോക്കേണ്ടത് അവന്റെ കടമയും അവൻ നനയാതെ നോക്കേണ്ടത് അവളുടെ കടമയുമാണ്. പരാതികളും പരിഭവങ്ങളും പരീക്ഷണങ്ങളും കുടുംബത്തിലുണ്ടാകും. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽ പോലും പിണക്കുണ്ടായിട്ടില്ല, പക്ഷെ ഒരു രാത്രി വിട്ട് കടന്നിട്ടില്ല. ഒരു രാത്രി വിട്ട് കടന്നിട്ടില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? ഇമാം തുബറാനി ഒരു ചരിത്രം പറയുന്നുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഭയങ്കര പിണക്ക്, അയാൾ അവളെങ്ങനെ കുറ്റപ്പെടുത്തുക. അപ്പൊ ചില കുടുംബക്കാർ പറയും ആ പെണ്ണിനോട്, ഈ ഒരു കാര്യം ചെയ്യും, തിരിച്ചു പറ. അയാൾ പറയുന്നതിനനുസരിച്ച് തിരിച്ചു പറഞ്ഞോ. അപ്പൊ ആ പെണ്ണ് പറയുന്നൊരു വാക്കുണ്ട്, ഞാൻ തിരിച്ചു പറഞ്ഞാൽ പിന്നെ അത് ജയിക്കാനുള്ള ഒരു മത്സരാവും. അങ്ങനെയാണല്ലോ തുടങ്ങുക. ഓളൊന്ന് പറയും, ഓ 2 പറയും, ഓള് 3 പറയും, ഓ 4 പറയും. പിന്നെ തെറിവിളിയായി, പച്ചത്തെറിയായി, ഓളെ വാപ്പനെ പറഞ്ഞു, ഓന്റെ വാപ്പൻ പറഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടുമായി ബന്ധം. അതുകൊണ്ട് തന്നെ ഞാൻ തിരിച്ചു പറയൂല. അപ്പൊ പറഞ്ഞു, നാ പിന്നെ നിങ്ങൾക്ക് മാറിപ്പോയിക്കൂടെ അവിടുന്ന്? അവനിങ്ങനെ ചീത്ത പറയുമ്പം അപ്പൊ അവള് പറഞ്ഞു, ഞാൻ മാറിപ്പോയാൽ അയാൾ പറയുന്നത് ഞാൻ പരിഗണിച്ചില്ല എന്ന് തോന്നും. അയാൾ പറയുന്നതിൽ എന്തെങ്കിലും എനിക്ക് പറ്റുന്നുണ്ട്, ഞാൻ സ്വീകരിക്കും. മൂന്നാമത് ചോദിച്ചു, എന്നാ മാറിക്കിടന്നൂടെ, ഒരു രാത്രിയെങ്കിലും മാറിക്കിടന്നൂടെ? അപ്പൊ അതിന് പറഞ്ഞു, ഒരു ദിവസം മാറിക്കിടന്നാ പിന്നെ 2 ദിവസം കിടക്കാൻ തോന്നും. ചില ഭാര്യമാർക്ക് ആ സ്വഭാവമുണ്ട്, ഭർത്താക്കന്മാർക്കും ഉണ്ട്. ഓളടുത്തില്ലേ ഉറക്കം വരൂല, ഓനടുത്തില്ലേ ഓക്കൊരു ഉറക്കം വരൂല. ഒരു ദിവസം മാറിക്കിടന്ന അടുത്ത പണക്കിന് 2 ദിവസം സോഫയിലും ഓൾ ബെഡിലും ആയിരിക്കും. അതില്ലാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യും? ചേർന്ന് കിടന്നേക്കും. അത് അള്ളാഹു ആ ഇണക്കുണ്ടാക്കാൻ അള്ളാഹ് കാണിച്ചെന്നൊരു വഴിയാണത്. എല്ലാ കുടുംബത്തിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പരിഭവങ്ങളും ഒക്കെ ഉണ്ടാവും. അതെല്ലാവരുടെ കുടുംബത്തിലും സ്വാഭാവികമാണ്. അതിപ്പോ ഞാൻ പറയാറുണ്ട്, കുടുംബ ക്ലാസ് എടുക്കുന്ന എന്റെ കുടുംബത്തിലും ഉണ്ടാകലുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പോ 1, 2 പറഞ്ഞ് പിണങ്ങും. പക്ഷെ ഒരു രാത്രി വിട്ട് കടക്കാൻ ഒരു ബന്ധത്തെ അനുവാദം കൊടുക്കരുത്. ഒരു സ്ത്രീ ഏറ്റവും വലിയ സമ്പത്തായി മാറുന്നത് അവളുടെ ഭർത്താവിനെ മനസ്സിലാക്കുമ്പോഴാണ്. അയാളെ പോരായ്മകളും അയാളെ നന്മകളും തിരിച്ചറിയുമ്പോഴാണ്. അള്ളാന്റെ ഹബീബ് പറഞ്ഞല്ലോ, അയാൾക്ക് ഇഷ്ടപ്പെടാത്തൊരു വസ്ത്രം നിങ്ങൾ ധരിക്കരുത്,
അയാൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സീറ്റിൽ അന്യ പുരുഷന്മാരെ നിങ്ങൾ ഇരുത്തരുത്. എത്രത്തോളം എന്ന് ചോദിച്ചാ ഓൻ പുരയിലേക്ക് വരുന്നോ അയാൾക്ക് ഇഷ്ടല്ലേ, ഓൻ വരാൻ പാടില്ല. ചില ചെക്കന്മാരെ കണ്ടല്ലോ കുടുംബത്തിൽ ആരാ കസിനാന്നൊക്കെ പറഞ്ഞിട്ട് അടുക്കളയിൽ പോയി ഇരുന്ന വർത്താൻ പറയാ. പിന്നെ ഓള് മൂപ്പരോട് പറയും നിങ്ങൾ ഇന്നെ സോഷ്യൽ ആയതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ലാന്ന്. സോഷ്യൽ ആയിക്കല്ല ഇപ്പൊ അവന്റെ ഉള്ളിൽ ബേജാറുണ്ടാവും. ആണിന്റെ മനസ്സറിയണം. ആൺ ആഗ്രഹിക്കുന്നതൊന്ന് ചേർന്ന് നിൽക്കാനാ, ചേർത്ത് പിടിക്കാനാ. ആണിന് വേണ്ടത് സമാധാനാ. അതുകൊണ്ട് ആണ് പെട്ടെന്ന് റൊമാൻറ്റിക് ആവാത്ത. നിങ്ങൾക്ക് ഇങ്ങോട്ട് എന്ത് തോന്നിയാലും ശരി, പകലന്തിയോളം കഷ്ടപ്പെട്ടു വരുന്നവനും AC റൂമിൽ ഇരുന്നിട്ട് കച്ചവടത്തിന്റെ ടെൻഷൻ അനുഭവിക്കുന്നവനും ഓൻ നോക്കുന്ന കുടുംബം എങ്ങനെ പോറ്റാന്നാ, നിങ്ങൾ എങ്ങനെ സന്തോഷിപ്പിക്കാന്നാ, എങ്ങനെ നിങ്ങളെയും മക്കളെയും പുഞ്ചിരിപ്പിക്കാന്നാ. പക്ഷെ ഒരു മൊബൈലിന്റെ അപ്പുറം കുത്തിരുന്നിട്ട് 10ാം ക്ലാസ് കൂടെ പഠിച്ചോ നോക്കുന്നത് എങ്ങനെ ഒരു 2-3 പ്രാവശ്യങ്ങളെ തട്ടിക്കൊണ്ടുപോകാന്നാ. ഇതേ ഉള്ളൂ വ്യത്യാസം. ഓൻ തട്ടിക്കൊണ്ടുപോയാലും എനിക്ക് എന്നെ നോക്കാൻ സൗകര്യമില്ലടി എന്ന് പറഞ്ഞാലും ഒരു പെണ്ണിനും ഓനോട് വാശി കാണിക്കാൻ പറ്റൂല. പക്ഷെ നിങ്ങൾ പോവുക എന്ന് പറഞ്ഞാൽ പെടയുന്നത് ആദ്യ ആണിന്റെ നെഞ്ചായിരിക്കും. ഓൻ ആ കുടുംബത്തിന് വേണ്ടി ജീവിച്ചതുകൊണ്ടാ. ഇപ്പോഴും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു ധൈര്യം ഉണ്ടല്ലോ അമ്മാര്, നിങ്ങളാണ് ജീവിച്ചിരിപ്പുള്ളതുകൊണ്ടാ. പിയാപ്ലാരില്ലാത്തമാരോടൊന്ന് ചോദിച്ചു നോക്കുന്നത്. മരിച്ചോയ ഭർത്താവിന്റെ ഒരു ഷർട്ട് ഇപ്പോഴും കട്ടിന്റെ അടി കൊണ്ടുവച്ച് മക്കൾ കാണാതെ അത് കൈയെടുത്തിട്ട് രാത്രി നെഞ്ചത്ത് വെച്ച് അമർന്ന് കിടക്കുന്ന ഒരു ഉമ്മ എനിക്കിപ്പോഴും അറിയാം. ആ ഉമ്മ പറയുന്നുണ്ട്, ആര് കൂടെ ഉണ്ടെങ്കിലും 8 മക്കളെ ഞാൻ പെറ്റിട്ടുണ്ടെങ്കിലും മോപ്പരുത്താൻ അണച്ചൂട്ടി പിടിക്കുന്ന അണച്ചൂട്ടല്ല എനിക്ക് ഉറക്കം കിട്ടുക. ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് പറഞ്ഞ ആണിനെ മനസ്സിലാക്കല, പൊരുത്തപ്പെടല. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ, ഞാൻ നിർത്തുക നിർത്തും, വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ബാല്യകാല സഖി എന്ന് പറഞ്ഞ ഒരു നോവലുണ്ട്. വായിച്ചവർക്കറിയാം കണ്ണീരുമായിട്ട് അത് അവസാനിപ്പിക്കാൻ പറ്റും. അതിൽ സുഹറയും മജീദും തമ്മിലുള്ള ഒരു ബന്ധവും അവസാനം മജീദ് ജീവിതത്തിൽ ദാരിദ്ര്യമായി ജോലി അന്വേഷിച്ച് കൊൽക്കത്തയിലേക്ക് പോവുക. മജീദ് കൊൽക്കത്തയിൽ ചെന്നൊരു ബോംബ് സ്ഫോടനത്തിൽ കാല് നഷ്ടപ്പെട്ട് കാല് മുറിച്ചു മാറ്റി. പക്ഷെ അന്ന് അവിടെ പണിയെടുക്കുന്ന കാലങ്ങൾ അത്രയും മജീദ് കാണുന്ന സർവരോടും പറഞ്ഞത് സുഹറാന്റെ നന്മയാ. എന്റെ സുഹറ നല്ലാണ്ട് വാക്കുപയോഗിച്ചിട്ടില്ല എന്നാണ്. കാല് മുറിഞ്ഞ് റൂമ് കൊണ്ടുവച്ച് കിടത്തിയ മജീദിനോട് കൊൽക്കത്തയിലെ മലയാളികൾ ചോദിച്ചു, മജീദേ ഇനി എന്നെ നാട്ടുകാർ വിളിക്കുക ഞൊണ്ടിക്കാലെന്നല്ലേ, നിന്റെ സുഹറയും നിന്നെ വിളിക്കുന്നത് ഞൊണ്ടിക്കാലെന്നായിരിക്കും. അറ്റുപോയ വലതുകാലിന്റെ മുട്ടിന്റെ ഭാഗത്ത് കൈകൊണ്ട് പതുക്കെ തടവിയിട്ട് തന്നോട് പറഞ്ഞു പരിഹസിച്ച ആൾക്കാരെ മുഖത്ത് നോക്കി മജീദ് തിരിച്ചു പറഞ്ഞു, ഒരുപക്ഷെ നാട്ടുകാരെന്നെ ഞൊണ്ടിക്കാലെന്ന് വിളിച്ചേക്കാം, പക്ഷെ എന്റെ സുഹറ അവൾ ഒരിക്കലും എന്നെ ഞൊണ്ടിക്കാലെന്ന് വിളിക്കൂല. എന്റെ ഈ അറ്റുപോയ കാൽഭാഗത്ത് ചുംബിക്കുകയല്ലാതെ ഒരിക്കലും എന്നെ ഞൊണ്ടിക്കാലെന്ന് വിളിക്കൂല. കാരണം അവളോളം എന്നെ അറിഞ്ഞൊരു പെണ്ണ് ഈ ലോകത്ത് വേറെയില്ല. ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം എന്താണെന്നറിയോ? തേച്ചു മിനുക്കുന്ന സൗന്ദര്യമൊന്നുമല്ല, ആണിനെ അറിഞ്ഞ് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഒരു മനസ്സാ. ആണിനെ മനസ്സിലാക്കി നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒരു മനസ്സാ. ഒരാണ് കരയാത്തതും നെഞ്ചു പൊട്ടാത്തതും ഓന്റെ കുടുംബം കരയാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലാണ്ട് ആണുങ്ങൾക്ക് കരച്ചിലില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഒറ്റ കൊതു എടുക്കുമ്പോ ഒക്കെ കരയുന്ന വല്യാപ്പാരെയും ആപ്പാരെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവസാനം ഒതുവിന്റെ വെള്ളത്തിന്റെ കൂടെ കണ്ണ് രണ്ടും തുടച്ചു പോകുമ്പോ അവന്റെ കുടുംബത്തിന്റെ ആദിയും വ്യാകുലതകളുമാണെങ്കിൽ ഉള്ളതും ഉള്ളതിനനുസരിച്ച് ജീവിക്കാന്നുള്ള ഒരു വാക്ക് കേൾക്കാൻ നാടും കൂടും വിട്ട് പരക്കം പായുന്ന ആണിന്റെ മനസ്സ് എവിടെയാണോ ഭക്ഷണം അത് തേടി അവൻ കുണ്ടെത്തരുന്നുണ്ടെങ്കിലേ അത് കഴിച്ച് ജീവിക്കുന്ന നിങ്ങൾ ഏറ്റവും വലിയ പവിത്രത അവന്റെ തണലായി മാറല. അത് മാറാൻ ഒരു ഉമ്മാക്ക് എപ്പോ പറ്റുന്നോ, ഒരു ഭാര്യയ്ക്ക് എപ്പോ പറ്റുന്നോ. ഞാൻ പറയലുണ്ട്, ഒരു ബാപ്പ കയ്യ് പിടിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്, ഉസബ്ബിജുക വ അൻകഹതുക എന്ന് പറയുമ്പോൾ, എൻ്റെ മോള് എനിക്കൊരു തണലാവും, എൻ്റെ മോളെ കൊണ്ട് ഇനി ഒരിക്കലും സങ്കടപ്പെടൂലാണ്. അത് വാപ്പ മനസ്സറിഞ്ഞ് പറഞ്ഞിട്ട് ഞങ്ങളെ കൈപിടിച്ചെടുത്തതെങ്കിൽ ആ പുണ്യന്മാരെ നിങ്ങൾ കാണിക്കണം. ഇതോടൊപ്പം തന്നെ നമ്മളെ സുഹറാന്റെ മനസ്സറിയാൻ മജീദുമാരായ നമുക്കും പറ്റണം. സ്വന്തം ഭർത്താവിന്റെ വേദനകളും ഭാര്യയുടെ മനസ്സിന്റെ സങ്കടങ്ങളും നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? ഒന്നാലോചിച്ചു നോക്കൂ. അവളുടെ വേദനകൾ, അവളുടെ സങ്കടങ്ങൾ, അവളുടെ പൂർത്തിയാക്കാത്ത പ്രണയങ്ങൾ, നമ്മളോടുള്ള ഇങ്ങനെ പല രംഗത്തും അവൾ ആഗ്രഹിക്കുന്നത് സ്വന്തം ആണിന്റെ ഒരു കരുതലും താങ്ങലും മാത്രം. ആ കുടുംബത്തിലും ബന്ധങ്ങളിലും ആ പെണ്ണിന്റെ മനസ്സറിഞ്ഞ് ചേർന്ന് നിൽക്കാൻ. ഒരാണിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അവന്റെ ഈ ഭംഗിയിലൊന്നല്ല. ഇപ്പൊ നിങ്ങൾ ഇന്നെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുന്ദരനെ നോക്കിയിട്ട് എന്താ ലുക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പൊട്ടന്മാരാ. ഒരാണിന്റെ ലുക്കും പവറും അവന്റെ പെണ്ണനുഭവിക്കുന്ന മനസമാധാനത്തിലാണ്. നിസ്കാരക്കുപ്പായത്തിൽ ഇരുന്നിട്ട് അവൾ കൈ നീട്ടി അള്ളഹാനോട് പറയുന്നുണ്ടെങ്കിൽ, എന്നെ മരിപ്പിച്ചിട്ടേ പടച്ചോനെ ഇനി അയാളെ മരിപ്പിക്കാവൂ, അയാളില്ലാതെ എന്നെ കൊണ്ട് പറ്റൂല റബ്ബേന്ന് ഒരു പെണ്ണ് പറയുന്നുണ്ടെങ്കിൽ ഒരാണിന് കിട്ടുന്ന ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് ആണ്.
അള്ളാഹുവിന്റെ പ്രവാചകനെ നോക്കൂ നിങ്ങൾ, 12 കല്യാണം കഴിച്ചു. 12 ഭാര്യമാരിൽ ഒരാൾ പോലും റസൂലുള്ളാഹിനെ കുറ്റം പറഞ്ഞിട്ടില്ല. ശത്രുക്കൾക്ക് റസൂൽ കെട്ടിയതാ പ്രശ്നം. പക്ഷെ കെട്ടിയ 12 ആളും പറഞ്ഞത് എന്താ? ഇനി ഒരു ജന്മം ഉണ്ടെങ്കിൽ അത് നിങ്ങളെ മണവാട്ടിയായിട്ട് ഇന്നെ തന്നെ തെരഞ്ഞെടുക്കണം നബിയേന. 12 കെട്ടിയ റസൂലുള്ളാഹിനോട് 12 ഭാര്യമാരും അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റസൂലുള്ളാഹി ഭാര്യമാരെ സ്നേഹിച്ച സ്നേഹം എന്തായിരിക്കും? ആ ഒരു മനസ്സിലാക്കൽ എന്തായിരിക്കും? ഇനി അതേ സ്ഥാനത്ത് നമ്മളൊന്ന് പുറേ പോയി ക്ലാസ് കഴിഞ്ഞിട്ട് പറഞ്ഞു നോക്കേണ്ടി, എടീ ആ സ്വർഗത്തിൽ ഇപ്പോ എന്നെ തന്നെ കിട്ടണം എന്നാണ് ഞാൻ, അല്ലെ എനിക്കിപ്പോ ഞാൻ തന്നെ വേണമെന്നാണോ എന്റെ തോന്നല് എന്നൊക്കെ ചോദിച്ചാൽ ഓളിപ്പോ ആ സമയത്തൊക്കെ അല്ലാണ്ടോ എന്നൊക്കെ പറയും. ചിലപ്പോൾ അങ്ങോട്ട് മാറി നിന്നിട്ട് പറയും ഞാനിപ്പോ എനിക്ക് സ്വർഗം തന്നെ വേണ്ടാന്ന് വെക്കേണ്ടി വരും എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയാണോ എന്നും ചോദിക്കണം. ഒന്ന് കെട്ടിയിട്ട് കൊണ്ടുനടക്കാനാകുന്നില്ല. ഇസ്ലാം 2 എണ്ണമൊക്കെ കെട്ടാന്ന് പറഞ്ഞതേ ആദ്യത്തോടെ പേടിപ്പിക്കാനും ഓളെ വാപ്പാനെ ഭയപ്പെടുത്താനും അല്ലെ ഞമ്മക്കൊരു പൂതി തോന്നുമ്പോഴേ കോടിപ്പോയി കെട്ടാനൊന്നും അല്ല. അതൊക്കെ മുസ്ലിം സമൂഹത്തിലെ തെറ്റിദ്ധാരണയാണ്. റസൂലുള്ളാഹിന്റെ കാലഘട്ടത്തിൽ 20-25 പെണ്ണുങ്ങളെ ഒരുമിച്ച് ഉപയോഗിച്ചിരുന്നപ്പോൾ റസൂലുള്ളാഹി ക്രോഡീകരിച്ചു. അപ്പൊ അവരോട് പറഞ്ഞു പാടില്ല 4 വരെ. 4 വരെ അതൈമ ക്ലിപ്പപ്പെടുത്തിയതാ, അല്ലാണ്ട് 4 എണ്ണം കെട്ടിക്കോളി എന്നുള്ള ആവേശം തന്നതല്ല. ഞാൻ പറയുന്നത് ഒന്നുണ്ടെങ്കിൽ അത് മതി. ഞാൻ പറയുന്നത് ഇസ്ലാമിനെതിരാണെന്ന് നിങ്ങൾ ചിന്തിക്കണ്ട. അവളെ മനസ്സ് നന്നാക്കാനും അവളെ സ്നേഹിക്കാനും അവളെ നെഞ്ചോട് ചേർക്കാനും അവൾ ഇന്നെ ഓർത്ത് കരയുന്നില്ല എന്ന് ഉറപ്പിക്കാനും പറ്റാത്തം പിന്നെ 5 അല്ല 100 എണ്ണം കെട്ടിയിട്ടൊരു കാര്യവുമില്ല. ചാരത്ത് കിടന്നുറങ്ങുന്ന പെണ്ണ് നെഞ്ചു പൊട്ടിയിട്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ നമ്മൾ എത്ര കൂർക്കം വലിച്ചുറങ്ങിയാലും അള്ളാന്റെ മുൻപിൽ ഉറങ്ങാത്ത പല രാത്രിയും നരകത്തിന്റെ തീയിൽ നമ്മൾ കിടക്കേണ്ടി വരും. അതുകൊണ്ട് അള്ളാന്റെ ഹബീബായ നബി തങ്ങളോട് പറഞ്ഞത് ആണുങ്ങളിൽ ഏറ്റവും നല്ലവൻ പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവനാണ്. അതുകൊണ്ട് ബന്ധങ്ങൾ എന്നൊക്കെ പറഞ്ഞ നല്ലത് ശീലിപ്പിക്കുക. കുടുംബത്തെ, ബന്ധങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ദീനിന് കുറ്റം പറയരുത് കേട്ടോ. സമയത്തിന്റെ പരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ നിർത്തുക. ചിലപ്പോൾ വിയാപ്പിളാരൊക്കെ ഒന്ന് സുബീക്ക് എണീക്കാൻ പറ്റുമ്പോഴേക്കും ഓൾ വേറെ ആളോട് പറയും വിയാപ്പിളക്ക് ഭയങ്കര ദീനാ, 4 മണിക്കൊക്കെ എണീക്കണമല്ലേ, തഹജ്ജുദ് നിസ്കരിക്കണമല്ലേ. പറയരുത്. ഇനി അവള് നിങ്ങളോട് പ്രേരിപ്പിക്കാൻ ഒന്ന് എഴുന്നേൽക്കി നമുക്ക് സുബീക്കൊക്കെ ഒരു ജമാഅത്താക്കിക്കൂടെ എന്ന് ചോദിച്ചാൽ എന്റെ ഒരു ദീന് ഇനി ഖുർആൻ ക്ലാസ് പോയിട്ടാ ഖുർആൻ ക്ലാസ് നിർത്തിക്കാള്. ഇതൊക്കെ അപ്പൊ കുറ്റപ്പെടുത്തൽ കുടുംബത്തിൽ നടക്കുന്നത്. അതല്ല, ഒരാൾ നല്ലത് പറഞ്ഞു തരുമ്പം അത് സ്വീകരിക്കാൻ തോന്നാന്നുള്ളതും ഒരു ഈമാനിന്റെ ലക്ഷണ. ആ ലക്ഷണം ഒരാളെ ഹൃദയത്തിലുണ്ടെങ്കിലേ അള്ളാഹ് കുടുംബത്തെ മാറ്റിത്തരൂ, മക്കളെ മാറ്റിത്തരൂ. ആ അമ്മക്കും പാപ്പക്കും നല്ല മക്കളുണ്ടാവൂ, ആ ഭാര്യാഭർത്താക്കന്മാർക്ക് നല്ല കുടുംബം ഉണ്ടാവൂ. അങ്ങനെയാണ് നമ്മൾ കുടുംബത്തെ ഉണ്ടാക്കേണ്ടത്. അല്ലാതെ എല്ലാ ആഴ്ചയും മക്കളെ മദ്രസയെ പറഞ്ഞയച്ച് ഞായറാഴ്ച ഒരു ഹൈസക്കിനോ അല്ലെങ്കിൽ പ്രോഫ്കോണോ പറഞ്ഞയച്ച് നാട്ടിലെ സർവ്വ മൗലമാരെടുത്തും ചെന്നിട്ട് മക്കൾക്ക് ദ്വാരക്കണം എന്ന് പറഞ്ഞാൽ മക്കൾ നന്നാവൂല. മക്കൾക്ക് അടിത്തറ നന്നാവണം, വളരുന്ന കുടുംബം നന്നാവണം. അതിൻ്റെങ്ങളിൽ പോരായ്മയാണെങ്കിൽ ആ മക്കളെ മുൻനിർത്തി പടച്ചോൻ ചോദിക്കുമ്പം വിരലിന്റെ അറ്റം കടിച്ച് കരഞ്ഞു നിൽക്കേണ്ടി വരും. ആ അവസ്ഥ വരാതിരിക്കാൻ ബന്ധങ്ങൾ അതൊന്നും പവിത്രമാണ്. ഞാൻ മരിച്ചു എന്നറിയുമ്പം കടവത്തൂരിന്ന് ഒരു 10 ആള് വന്ന് നന്മണ്ട പള്ളിയിൽ നിന്ന് 3 പിടി മണ്ണ് വാരിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അതിന്റെ അനന്തര സ്വത്താ മനുഷ്യരെ. 5 ഉറുപ്പിന്റെ കയ്യിലില്ലെങ്കിൽ എനിക്ക് കിട്ടാവുന്ന ദുനിയാവിൽ കോടികളെ പുണ്യാണത്. അതെനിക്കെന്റെ മക്കളിൽ നിന്ന് കിട്ടണം, എനിക്കെന്റെ വാപ്പന്റെ നിന്ന് കിട്ടണം, എനിക്കെന്റെ നാട്ടുകാരെ നിന്ന് കിട്ടണം. അങ്ങനെ ഞാൻ ജീവിക്കുമ്പോൾ ഞാനൊരു നല്ല മനുഷ്യനാവും, കുടുംബക്കാരനാവും. അതിനാവട്ടെ നമ്മുടെ ഈ ഒരു ഒരുമിച്ച് കൂടൽ സംഗമം എന്നോർമ്മപ്പെടുത്തി എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ ഒരുമിച്ച് ദാമ്പത്യ കുടുംബ ജീവിതത്തിൽ മനസ്സ് പ്രയാൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അല്ലാഹിയാഹു മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത് അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. അല്ലാഹുവേ പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട്. ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഈ മഹലിലെ ഓരോരുത്തരും, കുഞ്ഞാവുള്ളാജി അടക്കം ഓരോരുത്തരും നാദാ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട മഠത്തിൽ കുഞ്ഞാമിന എന്ന സഹോദരി അടക്കം ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെയും ഖബർ നീ വിശാലമാക്കുകയും ഖബറിന്റെ വേദനയിൽ നിന്നും ഇടുക്കത്തിൽ നിന്നും ആശ്വാസം നൽകി സ്വർഗത്തിന്റെ വാതില് ഓരോരുത്തരുടെ ഖബറിലേക്കും നീ തുറന്നു കൊടുക്കണേ റബ്ബേ. അള്ളാഹുവേ, ഇതിനു വേണ്ടി പണിയെടുത്തവർ, ഇങ്ങനെ ഒരു നല്ല സൗകര്യം ചെയ്തു തന്ന ഈ കുടുംബങ്ങളൊക്കെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഈ ഒരു പ്രസംഗങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു മാറ്റം വരുത്തുന്നുണ്ട്, അതിന്റെ കൂലി ആദ്യം പോകുന്നവരുടെ കൂട്ടത്തിൽ ഇതിനു വേണ്ടി ഒരുങ്ങിയ പണിയെടുത്ത സൗകര്യം ചെയ്ത് ഈ കുടുംബങ്ങൾക്കൊക്കെ ഉണ്ടാകും. ഞാൻ ഇത് കണ്ടപ്പോൾ തന്നെ ആദ്യം പറഞ്ഞ അൽഹംദുലില്ലാ, ഒരു തറവാടിന്റെ മുമ്പിൽ കണ്ണെത്തുന്ന ഭാഗത്ത് മക്കളൊക്കെ. ഇതൊക്കെ ഇന്ന് അപ്രത്യക്ഷമാകുന്ന ഒരു കാലഘട്ടത്തിൽ എന്തൊക്കെ മക്കൾ തമ്മിൽ തല്ലിയാലും കൂട്ടുപിടിച്ചാലും പ്രശ്നം ഉണ്ടാക്കിയാലും എന്റെ കൺമുൻപിൽ ഓരോരുത്തരുണ്ട് എന്നുള്ളൊരു ധൈര്യം ഒരു ഉമ്മാന്റെയും വാപ്പാന്റെയും ധൈര്യ. നമ്മളെ കൊണ്ട് വാപ്പാക്കുമ്മാക്ക് അത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല ലക്ഷണം തന്നെയാണ്. അങ്ങനെയൊക്കെ ചിന്തിക്കണം. അത് മാത്രമേ ശരിയുള്ളൂ എന്ന അർത്ഥത്തിലല്ല, അതിനൊക്കെ പ്രാർത്ഥിക്കുക. നല്ല നിലയ്ക്ക് മനസ്സിലൊന്നും ആരോടൊരു പകയും വെറുപ്പും ഇല്ലാതെ എല്ലാ ബന്ധങ്ങളെയും സ്നേഹിച്ച് അള്ളാനെ കണ്ടുമുട്ടുന്ന
അള്ളാഹുവിന്റെ ദുനിയാവിൽ ഏറ്റവും നല്ല മനസ്സോടെ ജീവിച്ച മുത്തഖീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ നബീന. എല്ലാവർക്കും അർഹമായ പ്രതിഫലം അള്ളാഹു ഇഹലോകത്തും പരലോകത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടതിലുള്ള സന്തോഷവും അവർക്കുള്ള ഉപഹാരം ചടങ്ങ് കൂടി ഈ സന്ദർഭത്തിൽ നടക്കുകയാണ്. MCM ജില്ലാ പ്രസിഡന്റ്, തെപ്പമംഗലം പഞ്ചായത്ത് പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട സക്കീന തകയിലെ കടവത്തൂർ മേഖല MCM വകയായി ഉപഹാരം സമർപ്പിക്കുന്നു. നൽകുവാൻ വേണ്ടി MCM ഭാരവാഹികളും അത് സ്വീകരിക്കുവാൻ വേണ്ടി സക്കീന തകയിലോടും ആദരവും അഭ്യർത്ഥിക്കുന്നു. ഉജ്ജ്വലമായ ഈ ചടങ്ങിന് നന്ദി. അസ്സലാമു അലൈക്കും. കടവത്തൂർ ഏരിയ KNMന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട ഈ ഇസ്ലാഹി കുടുംബ സംഗമത്തിൽ മുഖ്യ പ്രഭാഷണ കർമ്മം നിർവഹിച്ച പ്രമുഖ പണ്ഡിതൻ അൻസാർ നിർവണ്ടയ്ക്ക് KNM കടവത്തൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതേപോലെ ഈ പരിപാടി പങ്കെടുത്ത എല്ലാ നേതാക്കൾക്കും സംഘടനയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാ സഹോദരന്മാർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ കുടുംബസംഗമം അവസാനിച്ചതായി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും.